morning, all. Welcome to SAP's online class. Today's session is for the fourth semester Diploma Students of Mechanical Engineering branch. We will be covering trends in automobile engineering from the module 4 of the subject Automobile Engineering. Students, kindly note, if you have questions or doubts, you can type it in the question and answer box. We'll have 10 minutes time for your doubts or questions after 20 minutes of the starting of the session and at the end of the session. Today, to handle the session, we have Mr. Sandeep Bar with us. He is currently working as lecturer in mechanical engineering at Government Polytechnic College, Uttam. He has 16 years of industrial experience in oil, gas, and machine design field. Welcome to the session, sir. Thank you for joining us today. Good morning, everyone. We want to have the class in automobile engineering as for mechanical students. This is for the module 4. നമുക്ക് ഞാൻ എൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. ഇതിനു മുമ്പ് S4 MMT ക്ലാസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ അതിൽ ഫോളോ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് ഇതിൽ. എൻ്റെ എക്സ്പ്ലനേഷൻ മലയാളത്തിലായിരിക്കും. പക്ഷെ നിങ്ങൾ എഴുതേണ്ടത്, പഠിക്കേണ്ടതും വായിക്കുന്നതും ഇംഗ്ലീഷിൽ തന്നെ ചെയ്യുക. ബട്ട് മനസ്സിലാക്കുന്നത് ഫോർ ദ സേക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സ്വിച്ച് ടു മലയാളം. ബട്ട് ഇറ്റ് മോസ്റ്റ് ലൈക്ലി ഇംഗ്ലീഷ്, മലയാളം ഇംഗ്ലീഷ് മിക്സ് ആയിരിക്കും. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മളുടെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റില് നിങ്ങൾക്ക് ഒരുപക്ഷെ കൂടുതൽ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റാണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. കാരണം നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ ഏറ്റവും അധികം ഫേസ് ചെയ്യുന്ന കാണുന്ന ഒരു സാധനമാണ് ഓട്ടോമൊബൈൽ. പലരും മെക്കാനിക്കൽ എന്ന സബ്ജക്ട് എടുക്കാൻ തന്നെ പ്രചോദനം, ഇൻസ്പിറേഷൻ ഈ പറയുന്ന ഓട്ടോമൊബൈലാണ്. അപ്പൊ ഈ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു ഗ്രാജുവേറ്റ് ലെവലിൽ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഈ 4 മൊഡ്യൂളിൽ ഒരുപക്ഷെ ഏറ്റവും ഈസി ആയിട്ടുള്ള മൊഡ്യൂളാണ് കോഴ്സ് മൊഡ്യൂൾ. ഒരുപക്ഷെ 3 മൊഡ്യൂളുകളും നിങ്ങൾ കോളേജിൽ ഓൾറെഡി കവർ ചെയ്തതുകൊണ്ട് ലാസ്റ്റ് മൊഡ്യൂളിലാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത്. കാരണം ഡ്യൂ ടു ദ ലോക്ക്ഡൌൺ ലാസ്റ്റ് 1 or 2 വീക്സ് നമുക്ക് മിസ്സായി. അപ്പൊ ഇതില് മെയിൻ ആയിട്ടുള്ളത് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ പേപ്പറിലോ അല്ലെങ്കിൽ നിങ്ങൾ ഓട്ടോമൊബൈൽ മാഗസീൻസ്, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഫോളോ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഈ വാക്കുകളിൽ ഈ ടേംസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. MTFI, CRDI, ECM, turbo charger, automatic transmission, air suspension, ABS, Euro 4, ഇതൊക്കെ ഇതിന്റെ എല്ലാം ഒരു ഓവർവ്യൂ ആണ് ലാസ്റ്റ് മൊഡ്യൂൾ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൊഡ്യൂളാണ്. നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് എടുത്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളില്ല, പക്ഷെ എന്നാൽ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ആദ്യത്തെ സെക്ഷൻ ഇതിന് 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് പുതിയ ഡെവലപ്മെന്റ്സ്, രണ്ടാമത്തേത് പ്രൊട്ടക്ഷൻ സിസ്റ്റംസ്, മൂന്നാമത്തേത് എമിഷൻ കൺട്രോൾസ്, എമിഷൻ നോംസ് ആൻഡ് ഓട്ടോമൊബൈൽ എമിഷൻ. അപ്പൊ ആദ്യത്തെ പോർഷനിൽ നമുക്ക് ഇതിന്റെ പുതിയ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന, ലേറ്റസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ ഇതിന്റെ പുതിയ വേരിയൻസ് വരുന്നുണ്ട്. പക്ഷെ ഒരുപക്ഷെ ഈ ഒരു 10 വർഷത്തിനുള്ളിൽ ഓട്ടോമൊബൈൽ ഫീൽഡ് ഡെവലപ്പ് ചെയ്ത ചില ടെക്നോളജീസ് ആണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. ഇതിൽ തന്നെ ആദ്യം നേരിട്ട് ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ആണ്. ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം നമുക്കറിയാം, സാധാരണ IC എഞ്ചിന്റെ ഫിലോസഫി വെച്ച് നോക്കുമ്പോൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ വളരെ കോംപ്ലക്സ് ആണ്. വളരെ കോംപ്ലക്സ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 4 സ്ട്രോക്ക്, 4 സ്ട്രോക്ക് എഞ്ചിൻ ആണെങ്കിൽ 4 സ്ട്രോക്കിൽ ഒരു പ്രഷർ ഡിഫറൻസ് വരുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്യാം ഷാഫ്റ്റ് വഴി നിങ്ങളുടെ വാൽവ് ഓപ്പൺ ചെയ്യുന്നു. വാൽവ് ഓപ്പൺ ചെയ്യുന്നതനുസരിച്ച് ഫ്യൂൽ അകത്തേക്ക് എയർ ഫ്യൂൽ മിക്സ്ചർ, ഇൻ കേസ് ഓഫ് പെട്രോൾ എഞ്ചിൻ, ഗ്യാസോലിൻ എഞ്ചിൻ, ഇൻ കേസ് ഓഫ് ഡീസൽ ആണെങ്കിൽ കംപ്രസ്ഡ് എയർ അകത്തേക്ക് കയറുന്നു, വാൽവ് അടയ്ക്കുന്നു. അപ്പോൾ വാൽവ് ടൈമിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാൽവ് ടൈമിങ്ങിൽ വരുന്ന എന്തെങ്കിലും ചെറിയ പാളിച്ച വരെ വൻതോതിൽ നമുക്ക് മൈലേജ് കുറയാനും അതുപോലെ തന്നെ എമിഷൻ കൂടാനും കാരണമാവും. ഇത് രണ്ടും നമുക്ക് നിങ്ങൾ ഈ ഓട്ടോമൊബൈൽ ഫീൽഡിൽ ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവും. ഒരുപക്ഷെ എത്രത്തോളം ഒരു എക്സ്പോണൻഷ്യൽ ആയിട്ടാണ് മാർക്കറ്റ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ പണ്ടൊക്കെ 10 കിലോമീറ്റർ മൈലേജ് ഉള്ള കാർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഒരു വലിയ സംഭവമാണ്. എന്നാൽ ഇന്നതൊരു അങ്ങനെ ഒരു കാർ ഉണ്ടെന്ന് തോന്നുന്നില്ല. എത്ര വലിയ കാറാണെങ്കിലും വളരെ ഹൈ മൈലേജും അതുപോലെ തന്നെ വളരെ കുറച്ച് എമിഷൻസും ആണ് ഇപ്പൊ ഇറങ്ങുന്ന വണ്ടികളെല്ലാം മെയിൻ ആയിട്ട് കാണുന്നത്. ഇതിലെ വൺ ഓഫ് ദ മെയിൻ റീസൺ ഈ വരുന്ന ടെക്നോളജികളാണ്. ഇതിനു മുമ്പ് ഇത്തരം ടെക്നോളജികളെല്ലാം ഒരു എക്സ്ട്രാ ഫീച്ചർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇതൊരു മാൻഡേറ്ററി റിക്വയർമെന്റ് ആണ്. അപ്പൊ എന്തിനാണ് ഫ്യൂൽ ഇഞ്ചക്ഷൻ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആക്കേണ്ടത് അല്ലെങ്കിൽ കുറച്ചുകൂടി
കമ്പ്യൂട്ടറൈസ്ഡ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഒരു മെക്കട്രോണിക് മേഖലയിലേക്ക് ഇത് എന്തിനാണ് കിടക്കുന്നത് എന്നാണ് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ഇതിനാദ്യം നമുക്ക് ഫ്യൂൽ ഇഞ്ചക്ഷൻ കൺവെൻഷണൽ ആയിട്ട് നമുക്ക് ഒരു ഈ താഴെ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ഒരു 3 സിലിണ്ടർ എഞ്ചിനാണ്. 3 സിലിണ്ടർ എഞ്ചിനിൽ നമുക്ക് ഫയറിംഗ് നടക്കുന്ന ഒരേ സമയത്ത് ഒരു വാൽവ് ഓപ്പൺ ചെയ്യുമ്പോൾ മറ്റേ രണ്ടും ക്ലോസ് ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ എയർ ഫ്യൂൽ മിക്സ്ചർ പല സ്ഥലങ്ങളിലായിട്ട് പറ്റിപ്പിടിക്കാനും അതുപോലെ ഈ മിക്സ്ചർ ഒരുപക്ഷെ ലീൻ ആണെങ്കിലും റിച്ച് ആണെങ്കിലും അതില് അൺഈവൻനെസ് ഒരു ഈക്വൽ എമൗണ്ട് ഓഫ് എയറും ഫ്യൂലും ഇൻ ടേംസ് ഓഫ് പെട്രോൾ എഞ്ചിൻ ഗ്യാസോലിൻ എഞ്ചിൻ ഇത് നടക്കില്ല. അങ്ങനെ വരുമ്പോൾ ഇത് വളരെയധികം ഫ്യൂല് നഷ്ടപ്പെടുന്നതിന് കാരണവും ഈ ഫയറിങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ വളരെയധികം ഫ്യൂൽ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു RPM വളരെ ഒരു ഡ്രോപ്ലെറ്റ് ആയിരിക്കും മിസ് ചെയ്യുന്നത്. പക്ഷെ നമുക്കൊരു 4000 RPM ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ലോങ് ടൈം റൺ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന നഷ്ടം വളരെയധികമാണ്. അപ്പോൾ രണ്ട് മെയിൻ ആയിട്ട് ഇതിലേക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി രണ്ട് സിസ്റ്റമാണ് ഇതിലേക്ക് വന്നത്. ഒന്ന് സിംഗിൾ പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ, അതിനൊരു പോർട്ട് ഫ്യൂൽ ഇഞ്ചക്ഷൻ എന്നാണ് പറയുക. ഇതേ പോർട്ട് ഫ്യൂൽ ഇഞ്ചക്ഷനും ഇതേ സിസ്റ്റം തന്നെയാണ്, ഞാനത് മുന്നിലേക്ക് പറയാം. പിന്നെ രണ്ടാമത്തേതാണ് മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ. മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ MPFI എന്നറിയപ്പെടും. ഇത് സിംഗിൾ പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷനിൽ നമുക്ക് എത്ര സിലിണ്ടർ ഉണ്ടെങ്കിലും അവിടെ ഒരു പോയിന്റിലായിരിക്കും നമ്മൾ ഫ്യൂല് എയർ മിക്സിലേക്ക് പമ്പ് ചെയ്യുന്നത്, സ്പ്രേ ചെയ്യുന്നത്. പക്ഷെ മൾട്ടി പോയിന്റ് ഫ്യൂലിൽ ഓരോ സിലിണ്ടറിനും ഓരോ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഫ്യൂൽ ഇഞ്ചക്ടർ ഉണ്ടാവും. നമ്മൾ ഓരോന്നും കാണാം. അതിനു മുമ്പ് ഇതിന്റെ എവല്യൂഷനിലേക്ക് വരാം. നമ്മൾ ഇതിന്റെ മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷന് മുമ്പ് ഒരു EFI എന്ന് പറയുന്ന സിസ്റ്റമാണ്, ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം. അതായത് നമ്മുടെ പല വെഹിക്കിൾ കൺട്രോളുകളും നിങ്ങൾക്കറിയാം, ഈ ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും ക്യാം ഷാഫ്റ്റ് വഴിയാണ്. ക്യാം ഷാഫ്റ്റ് വഴി ചെയ്യുമ്പോൾ അതൊരു മെക്കാനിക്കൽ ഡിവൈസ് ആണ്. അപ്പൊ അതിന് എന്താണ്, അതൊരു ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്യാം ആംഗിൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സർഫസ് ഫിനിഷ് ഉണ്ടാവും. ഒരു ഇൻബിൽട്ട് ആയിട്ട് അതിലൊരു ആക്യുറസി ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ടൈം ബീങ് മുന്നോട്ട് പോകുന്നതോറും ആ ആക്യുറസിയിൽ കുറവ് സംഭവിക്കാം. അതുപോലെ തന്നെ അതൊരു ഇന്റലിജന്റ് ഒരു അൺഈവൻ പെട്ടെന്നൊരു ലോഡ് കൂടുമ്പോഴോ അല്ലെങ്കിൽ ലോഡ് കുറയുന്ന സമയങ്ങളിലോ അത് രണ്ട് രീതിയിൽ പെർഫോം ചെയ്യില്ല. അങ്ങനെ ഒരു ലോജിക് എന്നൊരു സെൻസ് മെക്കാനിക്കൽ സിസ്റ്റത്തിൽ നമുക്ക് ഉണ്ടാകാൻ പറ്റില്ല. അങ്ങനെ ഒരു സമയത്തേക്കാണ് ഈ വെഹിക്കിൾ കൺട്രോളിലേക്ക് മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ലോജിക് കൺട്രോൾ സിസ്റ്റം ആണ്. ആ ലോജിക് കൺട്രോൾ സിസ്റ്റത്തിന്റെ ഇൻട്രൊഡക്ഷൻ. ഇത്തരം സാധനങ്ങളിലെല്ലാം നിങ്ങൾക്ക് വേണ്ടത് ഒരു ECU, ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് ആണ്. EFI എന്ന് പറഞ്ഞാൽ വളരെ വളരെ ബേസിക് ആണ്. ഇതിനകത്ത് നമുക്കൊന്നുമില്ല. നമുക്കൊരു ഫ്യൂൽ ടാങ്ക് ഉണ്ടാവും. ഫ്യൂൽ ടാങ്ക് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാറ്ററിയിൽ നിന്നും ഈ ഫ്യൂൽ പമ്പാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്യൂൽ പമ്പിനും ഫ്യൂൽ ഇഞ്ചക്ടറിനും ഇടയിൽ ഒരു ഫ്യൂൽ ഫിൽട്ടർ ഉണ്ടാവും. ഇതൊരു 2 മൈക്രോൺ ഫിൽട്ടർ ആണ്. ഒരു മൈക്രോൺ എന്ന് പറഞ്ഞാൽ 10⁻³ 0.001 മില്ലിമീറ്റർ സൈസുള്ള പാർട്ടിക്കിൾ വരെ ഫിൽട്ടർ ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് ഈ ഫ്യൂൽ ഇഞ്ചക്ടേഴ്സ് പോകും. ഇവിടെ ഒരു കോൺസ്റ്റന്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യണം. ആ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു റിട്ടേൺ ലൈനും ഉണ്ടാവും. ആ റിട്ടേൺ ലൈൻ വഴി നമ്മളുടെ ഫ്യൂവലിനെ തിരിച്ചെടുത്ത് എപ്പോഴാണോ ഇതിലൂടെ പ്രഷർ കൂടുന്നത്, പ്രഷർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ഫ്ലോ ആണ്. ഫ്ലോയ്ക്ക് റെസ്ട്രിക്ഷൻ കൂടുന്നതോറും പ്രഷർ കൂടും, റെസ്ട്രിക്ഷൻ കുറയും തോറും പ്രഷർ കുറയും. അപ്പോൾ ഫ്ലോ ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം ഇവിടെ ഒരു കോൺസ്റ്റന്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതിനുശേഷം ഈ ഫ്യൂവലിനെ ഇഞ്ചക്ട് ചെയ്യുന്നു. ഇതൊരു ഇലക്ട്രോണിക്കലി ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം. ഇതൊരു വളരെ ബേസിക് സിസ്റ്റമാണ്. ഇത് ഒരുപക്ഷെ ഇപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ ഇതിന്റെയൊക്കെ ഈ നമ്മൾ ഇന്ന് കാണുന്ന മറ്റ് ഹൈ എൻഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിന്റെ ഒരു പാരന്റ് തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന EFI, ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റമാണ്. ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം കഴിഞ്ഞ് അടുത്തത് വരുന്നതാണ് മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം. മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം നിങ്ങൾ എപ്പോഴെങ്കിലും മാരുതി 800 വെഹിക്കിൾ പ്രൊഡക്ഷൻ നിർത്തിയതാണ്. ഇപ്പൊ ഒരുപക്ഷെ ഇറങ്ങുന്ന വണ്ടികളിലൊന്നും ഇതൊരു ഫീച്ചറായിട്ട് ആഡ് ചെയ്യുന്നില്ല. കാരണം ഇപ്പൊ ഇതൊരു മാൻഡേറ്ററി റിക്വയർമെന്റ് ആണ്. PS4 PS3 തന്നെ എനിക്ക് തോന്നുന്നു
MPFI ഒരു മാൻഡേറ്ററി റിക്വയർമെന്റ് ആണ്. അതുപോലെ തന്നെ MPFI പെട്രോൾ എഞ്ചിന് വേണ്ടിയിട്ടുള്ളതാണ്. CRDA ആണ് ഡീസൽ എഞ്ചിന് വേണ്ടിയിട്ടുള്ളത്. അത് നമ്മൾ അടുത്ത് കാണും, കോമൺ റെയിൽ ഡയറക്ട് ഇഞ്ചക്ഷൻ. നിങ്ങൾ ഈ കാറിന്റെ പുറകിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കണ്ടിട്ടുണ്ടോ 5 സ്പീഡ് മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ MPFI. മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര സിലിണ്ടർ പോർട്ടുകൾ ഉണ്ടോ അത്രയും പോയിന്റുകളിലേക്ക് നിങ്ങളുടെ ഫ്യൂവല് അല്ലെങ്കിൽ എയർ ഫ്യൂൽ മിക്സ്ചർ, എയർ ഇവിടുന്ന് വരുന്നു, ഫ്യൂല് സ്പ്രേ ചെയ്യുന്നു. അപ്പൊ ഇവിടെയുള്ളത് നമുക്ക് ഒരു എഞ്ചിൻ കൺട്രോൾ മോഡ്യൂൾ ECM അല്ലെങ്കിൽ ECU, എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ്. ഈ എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ് ഇസ് നത്തിങ് ബട്ട് ലൈക്ക് ഒരു കമ്പ്യൂട്ടർ പോലെ തന്നെയാണ്. ഒരു കമ്പ്യൂട്ടർ വലിയ ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ, ഒരു ലോജിക് സിസ്റ്റം ആണെങ്കിൽ ഇതൊരു ചെറിയ ലോജിക് സിസ്റ്റം ആണ്. ഇതെന്താണ് ബേസിക്കലി ചെയ്യുന്നത്? ഒരുപാട് സെൻസേഴ്സ് ഈ വെഹിക്കിളിൽ പല സ്ഥലങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ത്രോട്ടിൽ പൊസിഷൻ സെൻസർ. നമ്മൾ ഒരു ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ എത്ര ആക്സിലറേറ്റർ വരെ നമ്മൾ ഒരു ഡ്രൈവർ എത്ര ആക്സിലറേറ്റർ പമ്പ് ചെയ്യുന്നുള്ള സെൻസർ. പിന്നെ ഇതിലുള്ള അബ്സല്യൂട്ട് പ്രഷർ സെൻസർ. ഇതിനകത്ത് എത്ര മാനിഫോൾഡ് ബ്ലോക്കിൽ എത്ര എയർ ഉണ്ട്, അതിന്റെ പ്രഷർ എത്ര. ഓക്സിജൻ സെൻസർ, എക്സോസ്റ്റിൽ എത്ര ഓക്സിജൻ ഉണ്ട് എന്നുള്ള സെൻസ് ചെയ്യാൻ. ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ, നമുക്കറിയാം ഇതിൽ റൊട്ടേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോമ്പണന്റ് ആണ് ക്രാങ്ക് ഷാഫ്റ്റ്. അതിന്റെ പൊസിഷനും RPM മെഷർ ചെയ്യാനാണ് ഈ സെൻസർ. ഈ 4 ഇൻപുട്ടും ഈ EC മോഡ്യൂളിലേക്ക് ചെല്ലുകയും ഇതിനനുസരിച്ച് ഇവിടെ നിന്ന് ഫ്യൂൽ ടാങ്കിൽ നിന്ന് ഒരു ഫ്യൂൽ പമ്പ് വഴി ഈ ഫ്യൂൽ ഫിൽട്ടർ വഴി ഈ ഒരു ഫ്യൂൽ റെയിലിലേക്ക് നമ്മുടെ പെട്രോളിനെ പമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. PCV എന്ന് പറയുന്ന സാധനമുണ്ട് ഇവിടെ, പ്രഷർ കൺട്രോൾ വാൽവ്. പ്രഷർ കൺട്രോൾ വാൽവ് നമ്മുടെ എല്ലാവിധ സർക്യൂട്ടിലും, ഇപ്പൊ നിങ്ങൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് PCVs കാണാം. അല്ലെങ്കിൽ ഒരു കെമിക്കൽ ഇൻഡസ്ട്രിയിലൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും ചെല്ലുകയാണെങ്കിൽ ഒരുപാട് പ്രഷർ കൺട്രോൾ വാൽവുകളാണ്. ബേസിക്കലി ഇതൊരു പ്രഷർ റെഡ്യൂസിങ് വാൽവ് ആണ്. പ്രഷർ കൂട്ടാൻ എളുപ്പമാണ്. ഇതിന്റെ ഇങ്ങനെ ഒരു ഫ്ലോ വരുമ്പോൾ ഇതിനെ ഒബ്സ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇവിടെ പ്രഷർ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. പ്രഷർ ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിക്വയർ എത്ര പ്രഷറാണോ വേണ്ടത് ആ പ്രഷർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇരിക്കണം. എന്നിട്ട് വേണം ഇതിൽ ഓരോന്നിലേക്കും ഫ്യൂല് ഫയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഫയർ ചെയ്യുന്ന യൂണിറ്റ്, ഫയർ ചെയ്യുന്ന ഓർഡർ, എത്രത്തോളം ഫയർ ചെയ്യണം എന്നുള്ളത് ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദിസ് ഡേറ്റ. അപ്പൊ ത്രോട്ടിൽ പൊസിഷൻ സെൻസറിൽ കൂടുതൽ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ കൂടുതൽ ഫ്യൂൽ ഫയർ ചെയ്യും. അതുപോലെ തന്നെ കൂടുതൽ RPM, കൂടുതൽ ഓക്സിജൻ, കുറവ് ഓക്സിജൻ ആണെങ്കിൽ അനുസരിച്ചുള്ള ഫയറിംഗ് സീക്വൻസ് വ്യത്യാസപ്പെടും. ഇതിന്റെ ഒരു വീഡിയോ നമുക്ക് കാണാം. മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ. നിങ്ങൾ ഇതിന്റെ ഓഡിയോ ഇത് ചെയ്യണ്ട, ഞാനിത് മലയാളത്തിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമുക്ക് തുടക്കത്തിലൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, നമ്മളെ കൺവെൻഷണൽ കാർബറേറ്ററിൽ നടക്കുന്നതാണ് ഇത്. കൺവെൻഷണൽ കാർബറേറ്റർ ഒരുപക്ഷെ MPFI എഞ്ചിനിൽ ആവശ്യമുണ്ടാവില്ല. ഓക്കെ, നമുക്ക് ആദ്യമുള്ളത് ഒരു ഫ്യൂൽ ടാങ്ക്, പിന്നെ വരുന്നത് ഫ്യൂൽ പമ്പ്, പിന്നെ വരുന്നത് ഫ്യൂൽ ഫിൽട്ടർ, പിന്നെ വരുന്നത് ഫ്യൂൽ റെയിൽ, അത് കഴിഞ്ഞുള്ളത് പ്രഷർ കൺട്രോൾ വാൽവ്, അതിനുശേഷം തിരിച്ച് ഫ്യൂൽ ടാങ്കിലേക്ക്. എന്താണ് ബേസിക്കലി PCV ചെയ്യുന്നത്? ഇവിടെ എത്രയാണോ പ്രഷർ റിക്വയർ ചെയ്യേണ്ടത് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ബാക്കി വരുന്ന ഫ്യൂലിനെ തിരിച്ച് ടാങ്കിലേക്ക് ഡ്രെയിൻ ചെയ്ത് കളയാണ്. ബേസിക്കലി ഞാൻ വീണ്ടും പറയുകയാണ്, പ്രഷർ എന്ന് പറയാൻ മറ്റൊന്നുമല്ല, ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്ന ഒരു വാല്യൂ ആണ് പ്രഷർ. അപ്പൊ നമുക്ക് പ്രഷർ അല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു പമ്പിലാണെങ്കിലും ഒരു പമ്പ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫ്ലോ ആണ്. ആ ഫ്ലോയെ ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ ഇത് ഓൾറെഡി പറഞ്ഞു. നമുക്ക് ത്രോട്ടിൽ പൊസിഷൻ സെൻസർ, മാനിഫോൾഡ് സെൻസർ, ഓക്സിജൻ സെൻസർ, ക്രാങ്ക്ഷാഫ്റ്റ് സെൻസർ, ഇതിന്റെ എല്ലാം ഇൻപുട്ട് ഡേറ്റ, ഔട്ട്പുട്ട് ഡേറ്റ പോകുന്നത് എഞ്ചിൻ കൺട്രോൾ മോഡ്യൂളിലേക്കാണ്. അതിനുശേഷം എഞ്ചിൻ കൺട്രോൾ മോഡ്യൂളിന് 5 ഔട്ട്പുട്ട് ആണുള്ളത്. ഒന്ന് പമ്പിലേക്ക്, അതനുസരിച്ചാണ് പമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതും സ്റ്റോപ്പ് ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്.
അതിനുശേഷം ഈ 4 ഇഞ്ചക്ടറിലേക്ക് ഈ 4 ഇഞ്ചക്ടറിലേക്ക് എന്തിനാണ് കൊടുക്കുന്നത്? 4 ഇഞ്ചക്ടർ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും. എത്രത്തോളം ഓപ്പൺ ചെയ്യണം, എത്രത്തോളം ക്ലോസ് ചെയ്യണം. ഇതിന്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾ ഈ യെല്ലോ കളർ ശ്രദ്ധിക്കുക. ഇവിടെ നിന്നാണ് ഇതൊരു ക്ലോസ് സർക്യൂട്ട് അറേഞ്ച്മെന്റ് ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഹൈ പ്രഷർ ആയിട്ട് ഇഞ്ചക്ട് ചെയ്യുന്നത്, ലോ പ്രഷർ ചെയ്യുന്നില്ല? ലോ പ്രഷറിൽ നമുക്കറിയാം 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന് അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പുറത്തുനിന്ന് ഒരു ഹൈ പ്രഷർ ഇല്ല എങ്കിൽ നമുക്ക് അറ്റ്മോസ്ഫിയർ പ്രഷറിലായിരിക്കും ഇത് പമ്പ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രഷർ വളരെ കുറവായിരിക്കും. അപ്പൊ തന്നെ എഞ്ചിന് ബ്രീത്ത് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ പവർ ഔട്ട്പുട്ട് കുറവായിരിക്കും. അത് മാത്രമല്ല എഞ്ചിന്റെ ഫ്യൂവൽ എഫിഷ്യൻസി വളരെ മോശമായിരിക്കും. നമുക്കറിയാം ഏതൊരു വസ്തു കത്താൻ വളരെ അത്യാവശ്യമായി വേണ്ട സാധനമാണ് ഓക്സിജൻ. അപ്പോൾ എയറിന്റെ ലാക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബേസിക്കലി അതിന്റെ കത്താതെ ഇരിക്കുന്ന ഒരവസ്ഥയാണ്. ഇതാണ് MPFI. MPFIയുടെ ഡയഗ്രാം വളരെ സിമ്പിൾ ഡയഗ്രാം ആണ്. ഇത് ഇത്രയും ഓർത്തിരുന്നാൽ മതി. ബാക്കി നമുക്ക് ഈ 4 സെൻസറിനെ കണക്ട് ചെയ്യാം, 4ലേക്കും ഇതിലേക്കും. നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മൾട്ടി പോയിന്റ് പേരിൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. മൾട്ടി പോയിന്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ഈ MPFI ഗ്യാസോലിൻ എൻജിൻസിനാണെങ്കിൽ ഏകദേശം അതേ സിസ്റ്റം തന്നെയാണ് CRDI. CRDI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ ഇറങ്ങുന്ന എല്ലാ ഡീസൽ വെഹിക്കിളുകളിലും കാണുന്ന ഒരു സിസ്റ്റമാണ്. പക്ഷെ CRDI ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് ഒരു ജനറൽ CRDI സിസ്റ്റമാണ്. ഡിപ്പെൻസ് ഓൺ ചില മാനുഫാക്ചറേഴ്സിന് ചില മാറ്റങ്ങൾ ഇവർ വരുത്തും അവരുടെ പേറ്റന്റിന് വേണ്ടി. അപ്പൊ നിങ്ങൾ ഒരുപക്ഷെ പുറത്തു പോയി അല്ലെങ്കിൽ ഇന്റർനെറ്റിലൂടെ സെർച്ച് ചെയ്യുന്ന CRDI കുറച്ചുകൂടി കോംപ്ലക്സ് സിസ്റ്റം ആയിരിക്കും. ഇത്ര സിമ്പിൾ ആയിട്ട് പക്ഷെ കാണാൻ പറ്റില്ല. അതിന് കാരണം അവരുടെ പേറ്റന്റ് ലഭിക്കാൻ വേണ്ടി. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ XUVയുടെ CRDI സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിൽ എനിക്ക് തോന്നുന്നത് ലോ പ്രഷർ ഫ്യൂൽ പമ്പ് ഉണ്ടാവില്ല, പകരം ഹൈ പ്രഷർ ഫ്യൂൽ പമ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്കറിയാം compared to petrol, diesel compression ratio അല്ലെങ്കിൽ the operating range of diesel engine is at high pressure. Actually പ്രഷർ വാല്യൂ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വൈബ്രേഷനും കൂടുതൽ ഇൻസ്റ്റെബിലിറ്റിയും സൗണ്ടും നോയ്സും ഒക്കെ ഡീസൽ വെഹിക്കിൾസിൽ നിന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പൊ കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ, മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ പോലെ തന്നെ ഇവിടെ നമുക്ക് ത്രോട്ടിൽ പൊസിഷൻ സെൻസർ ഉണ്ട്, മാനിഫോൾഡ് പ്രഷർ സെൻസർ ഉണ്ട്, ഓക്സിജൻ സെൻസർ ഉണ്ട്. ഇവിടെ നമുക്ക് ഫ്യൂൽ ടെമ്പറേച്ചർ സെൻസറും കൂടി എക്സ്ട്രാ ഉണ്ട്. ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ നമുക്കറിയാം ഈ ക്രാങ്ക് ഷാഫ്റ്റ് എവിടെ നിൽക്കുന്നു, എത്ര RPM കറങ്ങുന്നു എന്നുള്ള 2 ഇൻപുട്ടാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. ഇവിടെ നമുക്കറിയാം 2 പമ്പ് ഉണ്ട്. ഒന്ന് ഒരു ഹൈ പ്രഷർ ഫ്യൂൽ പമ്പ്, പിന്നെ ഒന്നൊരു ലോ പ്രഷർ ഫ്യൂൽ പമ്പ്. ഇപ്പൊ ലോ പ്രഷർ ഫ്യൂൽ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് അറ്റ്മോസ്ഫിയർ പ്രഷറിലാണ് ഫ്യൂൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇതിനെ നമ്മളൊരു 15 ബാർ അല്ലെങ്കിൽ ഒരു 20 ബാർ റേഞ്ചിലേക്കാണ് ഈ ലോ പ്രഷർ ഫ്യൂൽ പമ്പിൽ നമ്മൾ ഫ്യൂൽ പമ്പ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. അതിനുശേഷം ഫിൽട്ടർ, ഇവിടെയും ഫിൽട്രേഷൻ ലെവൽ വെരി ഹൈ ആയിട്ടുള്ള ഫിൽട്ടറാണ്. 2 മൈക്രോൺ മുതൽ 5 മൈക്രോൺ വരെ ഫിൽട്രേഷൻ അച്ചീവ് ചെയ്യുന്ന ഫ്യൂൽ ഫിൽട്ടർ ആണിത്. അതിനുശേഷം നമ്മൾ ഇതിനെ ഒരു ഹൈ പ്രഷർ ഫ്യൂൽ പമ്പിലേക്ക് പാസ് ചെയ്തു വരികയാണ്. ഹൈ പ്രഷർ ഫ്യൂൽ പമ്പ് ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഹൈ പ്രഷർ ഫ്യൂൽ പമ്പ് ഇവിടെ നമുക്കൊരു പ്രഷർ കൺട്രോൾ വാൽവ് ഉണ്ട്. ഒരു പമ്പിന്റെ ഔട്ട്പുട്ടിൽ എപ്പോഴും ഒരു പ്രഷർ കൺട്രോൾ വാൽവ് ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പമ്പിന്റെ റിക്വയർമെന്റ് ഒരു ഡെഫിനിറ്റീവ് പ്രഷർ ആണെങ്കിൽ ആ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു പ്രഷർ കൺട്രോൾ വാൽവ് ഫിറ്റ് ചെയ്യണം. ബേസിക്കലി ഇത് ഫ്യൂല് പാസ് ചെയ്യുന്ന ഏരിയയിൽ ഡിഫറൻസ് വരുത്തുന്നു. അതായത് ഇവിടെ എത്ര വേരിയേഷൻ വന്ന് പ്രഷർ വന്നാലും ഇവിടെ നിന്ന് ഒരു ഔട്ട്പുട്ട് വരുന്ന പ്രഷർ ഒരു ഡെഫിനിറ്റീവ് പ്രഷർ ആയിരിക്കും. ഈ ഹൈ പ്രഷർ ഫ്യൂൽ പമ്പിൽ ഈ 15 മുതൽ 20 ബാർ വരെ വരുന്ന ഈ ഫ്യൂലിനെ ഒരുപക്ഷെ 2500, 1500 റേഞ്ചിലേക്ക് ബാർ പ്രഷറിലേക്ക്, അതായത് 2500 ബാർ എന്നൊക്കെ പറഞ്ഞ് വെരി ഹൈ പ്രഷറാണ്. വെരി ഹൈ പ്രഷർ എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ 1 ബാർ ആണ്.
അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം 1500 ബാർ പ്രഷർ എത്രത്തോളം ഉയർന്നിരിക്കുന്നു. അതിനുശേഷം ഈ ഫ്യൂൽ റെയിലിലേക്ക് ഇതിനെ പാസ് ചെയ്യുകയാണ്. പാസ് ചെയ്തതിനു ശേഷം പഴയ പ്രോസസ്സ് തന്നെ കംപ്രസ്ഡ് എയറിനകത്തേക്ക് ഇതിനെ ഫ്യൂവലിനെ ഇഞ്ചെക്ട് ചെയ്യണം. മറ്റേടത്ത് എയർ ഫ്യൂൽ മിക്സ്ചർ ആണെങ്കിൽ ഇവിടെ ഫ്യൂൽ കംപ്രസ്ഡ് എയറിലേക്ക് സ്പ്രിംഗ് ചെയ്യണം. ഇവിടെ നിങ്ങൾക്കൊരു PRV ഉണ്ട്. PRV ചെയ്യുന്നത് ഈ കോമൺ റെയിലിൽ അത് അവിടുന്ന് തന്നെയാണ് ഈ പേര് വന്നത്, കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ. ഈ കോമൺ റെയിലിൽ ഒരു കോൺസ്റ്റന്റ് പ്രഷർ ഒരു 1500 ബാറിലാണ് ഡിസൈൻ ചെയ്തത്. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വെഹിക്കിൾ. ഒരു 3 സിലിണ്ടർ എഞ്ചിൻ ഒരു പക്ഷെ അത്ര പ്രഷർ ഉണ്ടാകാൻ ആവശ്യമില്ലായിരിക്കും. ടാറ്റ ഡീസൽ പോലെയുള്ള വെഹിക്കിളൊക്കെ 3 സിലിണ്ടർ ആണ്. XUV അതുപോലത്തെ വോൾവോയുടെ വണ്ടികളൊക്കെ 4 സിലിണ്ടർ എഞ്ചിൻ ചെയ്യുന്നത് അവിടെയുള്ള പ്രഷർ വാല്യൂ കൂടുതലായിരിക്കും. ഇതിന്റെ വീഡിയോ നോക്കാം. എന്തിനാണ് ഇതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തന്നെ മോർ മൈലേജ് ആൻഡ് മോർ പവർ. ഇവിടെ നമ്മൾ വളരെ വൈസ് ആയിട്ടാണ് നമ്മൾ ഫ്യൂവല് ഉപയോഗിക്കുന്നത്. അമിതമായി ഫ്യൂവല് പമ്പ് ചെയ്യില്ല. ആദ്യം തൊട്ട് ലേഔട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇതിന്റെ ലേഔട്ട് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഫ്യൂവൽ ടാങ്ക്, ലോ പ്രഷർ ഫ്യൂവൽ ഫിൽട്ടർ, PCV, high pressure fuel pump, pressure sensor, fuel runner, here വീണ്ടും പ്രഷർ കൺട്രോൾ വാൽവ്, ബാക്ക് ടു ഫ്യൂൽ ടാങ്ക്. എപ്പോഴും നമുക്കൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആയിരിക്കും ഇത്തരം സിസ്റ്റംസ് ഒക്കെ. ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ കൺസ്യൂമബിൾ എന്താണോ അതിനെ അതിലൊരു കൺട്രോൾ നമുക്ക് ഉണ്ടാവില്ല. മനസ്സിലായല്ലോ? ഇവിടെയും നമുക്ക് ഇതുപോലെ തന്നെ മാനിഫോൾഡ്, അബ്സല്യൂട്ട് പ്രഷർ സെൻസർ, ഓക്സിജൻ സെൻസർ, എല്ലാ സെൻസറിൽ നിന്നും ഇൻപുട്ട് EMU ഇലക്ട്രോണിക് യൂണിറ്റിലേക്ക് പോകുന്നു. ഇവിടേക്ക് എല്ലാ ഇഞ്ചക്ടറിലേക്കും ഓരോ ഔട്ട്പുട്ട്, ഫ്യൂൽ ഫിൽട്ടറിലേക്ക് ഔട്ട്പുട്ട്. ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് സിഗ്നൽ പാസ് ചെയ്യുന്നത്, യെല്ലോ കളറിൽ ഫ്യൂൽ പാസ് ചെയ്യുന്നത്. ബേസിക്കലി ഈ സെൻസറിന്റെ ഡേറ്റയുടെ അക്കോർഡിംഗ് ആയിട്ട് ഇവിടെ എഞ്ചിനുകൾ തിരഞ്ഞെടുത്ത സിലിണ്ടറുകളിൽ ഫയറിങ് നടക്കും. ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് സിസ്റ്റം ആണ്. ഇത് വരയ്ക്കുക വളരെ എളുപ്പമുള്ള കാര്യമാണ്. മറ്റേ MPFI പോലെ തന്നെ ഒരേ ഒരു വ്യത്യാസം ഇവിടെ മെയിൻ ആയിട്ടുള്ളത്, ഒന്ന് ഒരു ലോ പ്രഷർ പമ്പും ഉണ്ട്, ഒരു ഹൈ പ്രഷർ പമ്പും ഉണ്ട്, അതിനിടയിൽ ഒരു പ്രഷർ സെൻസറും ഉണ്ട്, ഒരു ഫ്യൂൽ ഫിൽട്ടറും ഉണ്ട്. ഇതനുസരിച്ച് നിങ്ങളുടെ ലേഔട്ട് വരയ്ക്കുന്നത് മാറ്റി വരയ്ക്കാൻ ശ്രദ്ധിക്കുക. ബാക്കി എല്ലാം സെയിം ആണ്. അപ്പൊ നമ്മള് ഇത്രയും നേരം പറഞ്ഞത് മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷനും അതുപോലെ CRDAയും, ബേസിക്കലി ഒന്ന് ഗ്യാസോലിൻ എഞ്ചിനും മറ്റേത് ഡീസൽ എഞ്ചിനും വേണ്ടി ഉപയോഗിക്കുന്ന 2 ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റംസ് ആണ്. അതുപോലെ ഞാൻ വീണ്ടും പറയുകയാണ്, ഇതൊരു ജനറിക് സർക്യൂട്ട് ആണ്. ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വെഹിക്കിളിന്റെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു വ്യത്യാസം ഉണ്ടാവും. ഞാൻ ഇതിന്റെ അഡ്വാൻറ്റേജസ് പറയുകയാണ്. നിങ്ങൾക്ക് അറിയാം അഡ്വാൻറ്റേജസ്. കാർസ് ഫിറ്റഡ് വിത്ത് എഞ്ചിൻ ടെക്നോളജി ടു 25% മോർ പവർ, കൂടുതൽ പവർ ഔട്ട്പുട്ട് ഉണ്ടാവും. കാരണം എന്താണ്, നമുക്ക് ഹൈ പ്രഷറിലാണ് ഈ ഫ്യൂല് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഹൈ പവർ ഔട്ട്പുട്ട് ഉണ്ടാവും. ഹയർ മൈലേജ് ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്യൂൽ സപ്ലൈ വേറെ റിക്വയർഡ് ആണ് നമുക്ക്
ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്നത്. അൺബേൺഡ് ഫ്യൂവലിന്റെ അളവ് വളരെ കുറവായിരിക്കും. കത്തി വേസ്റ്റ് ആകുന്ന ഫ്യൂവൽ, അതിൽ നിന്ന് എക്സോസ്റ്റ് വഴി പുറത്തേക്ക് പോകുന്ന ഫ്യൂവലിന്റെ അളവ് കുറവായിരിക്കും. സാധാ ഡിസഡ്വാൻറ്റേജ്, ഇത്തരം എല്ലാ പുതിയ ടെക്നോളജിക്കും ഒരേ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണ് കോമൺ ആയിട്ടുള്ളത്? കോസ്റ്റ്ലി ആണ്. സ്പെയർ പാർട്ടുകൾ വളരെ കോസ്റ്റ് ആണ്. ഈ പറയുന്ന ലോജിക് മൈക്രോ പ്രോസസർ, ലോജിക് കൺട്രോളുള്ള എല്ലാ യൂണിറ്റിലുള്ള വണ്ടികൾക്കുള്ള പ്രശ്നം ഇതാണ്. ഏതെങ്കിലും ഒരു ഭാഗം കേടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം മാറ്റി വെക്കേണ്ടി വരും. അടുത്തായിട്ടാണ് നമുക്ക് ടർബോ ചാർജിങ് ആൻഡ് ഇന്റർ കൂളിംഗ്. ടർബോ ചാർജിങ് ആൻഡ് ഇന്റർ കൂളിംഗ് നിങ്ങൾ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വണ്ടികളിലും, പ്രത്യേകിച്ച് ഡീസൽ വണ്ടികളിലെല്ലാം നിർബന്ധമായും കാണുന്ന ഒരു സിസ്റ്റമാണ്. ഇതൊരു പക്ഷേ വണ്ടി എപ്പോഴെങ്കിലും നിങ്ങൾ തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ സാധനം കാണാം, നിങ്ങൾക്ക് ഫ്രണ്ടിൽ തന്നെ കാണാം. ഇതിന്റെ ഈ ഷേപ്പിൽ കണ്ടുതന്നെ നമുക്ക് ഇതിനെ തിരിച്ചറിയാം. ഇതിനൊരു സ്പൈറൽ വോർട്ടക്സ് ഷേപ്പുള്ള ഒരു കംപ്രസറും ഒരു ടർബൈനുമാണ് ബേസിക്കലി ഒരു ടർബോ ചാർജർ. ടർബോ ചാർജറും ഇന്റർ കൂളിങ്ങും ഒരു സിസ്റ്റത്തിലുള്ള രണ്ട് കോമ്പോണന്റ് ആണ്. ടർബോ ചാർജർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മളുടെ എക്സോസ്റ്റ് വേസ്റ്റ് ഹീറ്റ് റിക്കവറി സിസ്റ്റമാണ്. അതായത് ഒരു വെഹിക്കിളിന്റെ എക്സോസ്റ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഗ്യാസ്, അതൊരു വേസ്റ്റ് ഹീറ്റ് ആണ്. ഹീറ്റ് ഈസ് നത്തിങ് ബട്ട് എ വർക്ക്. ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാം. വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്ന യൂസ്ഫുൾ വർക്കായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ വരുന്ന ഈ റിക്കവറി പുറത്തേക്ക് വരുന്ന എക്സോസ്റ്റ് ഗ്യാസിനെ ഒരു ടർബൈനിലേക്ക് കടത്തിവിടും. ടർബൈനിലേക്ക് കടത്തിവിടുമ്പോൾ ആ ടർബൈൻ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. ആ റൊട്ടേറ്റ് ചെയ്യുന്ന ടർബൈനിന്റെ ഷാഫ്റ്റിലേക്ക് മറ്റൊരു കംപ്രസറിനെ കണക്ട് ചെയ്യും. അങ്ങനെ കംപ്രസറിനെ കണക്ട് ചെയ്തിട്ട് ഈ പുറത്തുനിന്ന് വരുന്ന ഫ്രഷ് എയറിനെയും കുറച്ച് എക്സോസ്റ്റ് വരുന്ന ഗ്യാസിനെയും, പൂർണ്ണമായും എയർ കത്തില്ല. നിങ്ങൾക്കറിയാം ബേസിക്കലി എയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21% അതിൽ ഓക്സിജൻ ഉള്ളൂ. 73-74% നൈട്രജൻ ആണ് ബേസിക്കലി. ബാക്കി കാർബൺ ഡൈ ഓക്സൈഡ്, വേറെയുള്ള 0.1 കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെയുള്ള മറ്റു കോമ്പോണൻസ് എല്ലാം ഗ്യാഷ്യസ് കോമ്പോണൻസ്. അപ്പൊ ഇത് പൂർണ്ണമായും നമ്മൾ ഒരുപക്ഷെ ഉപയോഗിക്കുന്ന എയറിൽ നിന്ന് പൂർണ്ണമായും ഓക്സിജൻ ഉപയോഗിക്കില്ല. ഓക്സിജൻ അതിനകത്ത് ഓക്സിജനും ഉണ്ടാവും, എക്സോസ്റ്റിലും ഓക്സിജൻ ഉണ്ടാവും. ഈ ഓക്സിജനെ വീണ്ടും ഉപയോഗിക്കാം. ഈ ഓക്സിജനെ മാത്രമല്ല, അതിലേക്ക് എടുക്കുന്ന ഫ്രഷ് ചാർജിനെ വീണ്ടും കംപ്രസ് ചെയ്യാൻ വേണ്ടി ഈ പവർ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് പൊതുവെ ഇൻഡസ്ട്രിയൽ സർക്യൂട്ടുകൾ അല്ലെങ്കിൽ ഓട്ടോമൊബൈലിലൊക്കെ ഒരു ഹൈ പ്രഷർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ അതൊരു വില പിടിച്ച സാധനമാണ്. അതിനെ നമുക്ക് എവിടെയെങ്കിലും ഉപയോഗിച്ച് വീണ്ടും അതിൽ ഒളിഞ്ഞു കിടക്കുന്ന, അതിൽ കിടക്കുന്ന ഒരു എനർജിയെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ബേസിക്കലി നാച്ചുറലി ആസ്പിറേറ്റഡ് പിസ്റ്റൺ എഞ്ചിൻ, അതായത് നമുക്ക് ഇങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. സാധാരണ രീതിയിൽ പമ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ അവിടെ ഈ ലോ പ്രഷർ, ഈ പ്രഷറിന്റെ ചെറിയ പ്രഷർ ആയതുകൊണ്ട് കൂടുതൽ ബ്രീത്തിങ്, ഞാൻ നേരത്തെ പറഞ്ഞ ബ്രീത്തിങ് കപ്പാസിറ്റി കുറവായിരിക്കും. അങ്ങനെയുള്ള സമയങ്ങളിലാണ് നമ്മൾ ഈ ടർബോ ചാർജർ ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ ഒരു ചെറിയ പടം എടുത്താണ്. നിങ്ങൾക്ക് ഈ ടർബോ ചാർജർ വാങ്ങിക്കാൻ കിട്ടും. ഓൾമോസ്റ്റ് 10,000 രൂപയോളം വിലയാണ്. ഇത് ബേസിക്കലി നിങ്ങൾക്കറിയാം ഒരു ടർബൈന്റെ അല്ലെങ്കിൽ ഒരു കംപ്രസറിന്റെ ഡിഫറൻസ് എന്താണ്? ടർബൈന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഒരു കംപ്രസർ ചെയ്യുന്നത്. ടർബൈൻ എന്താണ് ചെയ്യുന്നത്? ഒരു ഹൈ പ്രഷറിലുള്ള ഒരു എയറിനെ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിനെ അതിലൂടെ കടത്തി വിടുമ്പോൾ അത് ലോ പ്രഷറിലേക്ക് കൺവേർട്ടഡ് ആവും. പക്ഷെ അത് കടന്നു പോകുന്ന പാത്തിലുള്ള വെയിനെ ഇത് എനർജി ട്രാൻസ്ഫർ ചെയ്യും. ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് റൊട്ടേഷൻ. ആ റൊട്ടേഷൻ ആണ് നമ്മുടെ ടർബൈന്റെ ഔട്ട്പുട്ട്. ആ റൊട്ടേഷൻ ഈസ് നത്തിങ് ബട്ട് എ ടോർക്ക്, അല്ലെങ്കിൽ അതൊരു വർക്കാണ്. ആ ടോർക്കിനെ ഉപയോഗിച്ചാണ് നമ്മൾ കംപ്രസറിനെയോ അല്ലെങ്കിൽ എന്തോ ജനറേറ്റർ ആണെങ്കിൽ ജനറേറ്ററിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ഹൈഡ്രോളിക് ടർബൈൻ എന്ന് പറയുന്നത് ഹൈ പ്രഷറുള്ള എയറിന് വാട്ടറിനെ ഒരു ടർബൈൻ വീലിലേക്ക് കടത്തി വിടുമ്പോൾ അതിലുള്ള പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ കൈനറ്റിക് എനർജിയെ തിരിച്ച് ഒരു വർക്കായിട്ട് കൺവേർട്ട് ചെയ്യണം. അത് അതിന്റെ റൊട്ടേഷൻ ആണ്. ആ റൊട്ടേഷൻ ഒരു ജനറേറ്ററിന്റെ മാഗ്നറ്റിക് കോയിൽ കട്ട് ചെയ്യുമ്പോഴാണ് അവിടെ പവർ ജനറേറ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ ഒരു വർക്കിന്, ഒരു എനർജി ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് ആക്കുകയാണ്. അപ്പൊ പൊതുവെ നിങ്ങൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലൊക്കെ പോകുന്നവർക്കറിയാം, ഒരു കംപ്രസറിന് എപ്പോഴും ഒരു
അല്ലെങ്കിൽ ഒരു പമ്പിന് എപ്പോഴും ഒരു ഡ്രൈവർ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ വീട്ടിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു പമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് മോട്ടോർ പമ്പ് കോമ്പിനേഷൻ ആണ്. ഇപ്പൊ ഇലക്ട്രിസിറ്റി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇലക്ട്രിക് മോട്ടോറാണ്. പക്ഷെ ഇലക്ട്രിസിറ്റി അവൈലബിൾ അല്ലാത്ത സ്ഥലങ്ങളിലാണ് ഇലക്ട്രിസിറ്റിക്ക് പകരം ടർബൈനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും IC എഞ്ചിൻസ് ഉപയോഗിച്ച് ഈ റൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതൊരു വളരെ സിമ്പിൾ സർക്യൂട്ട് ആണ്. ഇവിടെ നമുക്ക് ഇതാണ് ടർബൈൻ കംപ്രസർ കോമ്പിനേഷൻ. നിങ്ങൾക്കറിയാം ടർബൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ലെഫ്റ്റ് സൈഡില് ഈ ലെങ്ത് ഈ ലൈനിന്റെ ലെങ്ത് കൂടുതലായിരിക്കും, റൈറ്റ് സൈഡിൽ ലൈൻ ലെങ്ത് കുറവായിരിക്കും. ടേപ്പർ ടുവേർഡ്സ് ലൈക്ക് ദിസ്. ഇതാണ് കംപ്രസർ. ഇവിടെ നമുക്ക് എയർ ഫിൽട്ടർ വഴി അകത്തേക്ക് മിക്സ് ചെയ്യുന്നു. അതിനുശേഷം ഇങ്ങോട്ട് ഇതൊരു നാച്ചുറലി ഓപ്പറേറ്റിംഗ് സൈക്കിളാണ്, തുടക്കത്തിലെ സൈക്കിളാണ് ഞാൻ പറയുന്നത്. ഒരു ഇന്റർകൂളർ, ഇതൊരു ഇന്റർകൂളർ ആണ്. ഇന്റർകൂളർ എവിടെയാണ് വരുന്നതെന്ന് ഞാൻ പറയാം. അതിനുശേഷം ഇവിടെ നമ്മളുടെ നിങ്ങളുടെ 4 സ്ട്രോക്ക് എഞ്ചിൻ ആണെങ്കിൽ അല്ലെങ്കിൽ 2 സ്ട്രോക്ക് എഞ്ചിൻ ആണെങ്കിലും ഇവിടെ കംപ്രഷൻസ്, നമ്മുടെ TDC to PDC മൂവ്മെന്റ് ഇവിടെ നടക്കുന്നു. നടന്നതിന് കഴിഞ്ഞ ശേഷം എക്സോസ്റ്റ് ഗ്യാസ് പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് വരുന്ന ഗ്യാസിനെ നമ്മൾ വീണ്ടും കംപ്രസ് ചെയ്തതിനു ശേഷം ഈ ടർബൈൻ വഴി റൊട്ടേറ്റ് ചെയ്യുന്നു. ഈ ടർബൈൻ വഴി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഗ്യാസിനെ, കുറച്ച് ഗ്യാസിനെ ഇങ്ങോട്ട് കടത്തിവിടും. ബാക്കിയുള്ള ഇതിൽ കാണിച്ചിട്ടില്ല. ബാക്കിയുള്ള ഗ്യാസിനെ നമ്മൾ എക്സോസ്റ്റ് ആയിട്ട് പുറത്തേക്ക് തന്നെ വിടും. കൂടാതെ അതിന്റെ കൂടെ എയർ പുറത്തുനിന്നുള്ളത് മിക്സ് ആവും. അതിനെ കംപ്രസ് ചെയ്തതിനു ശേഷം വീണ്ടും ഇതിലേക്ക് കടത്തിവിടും. ഈ കടത്തി വിട്ടതിന് ശേഷം ഇത് ഇവിടെ വരും. ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഗ്യാസിനെയും കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ പ്രഷർ കൂടുമ്പോൾ ബേസിക്കലി അതിന്റെ ടെമ്പറേച്ചറും കൂടും. അപ്പൊ ഈ ഹൈ ടെമ്പറേച്ചർ ഉള്ള ഗ്യാസിനെ ഇതിലേക്ക് കടത്തിവിടാൻ പറ്റില്ല. ഈ ടെമ്പറേച്ചറിനെ നമുക്ക് കുറയ്ക്കണം. അതിന് നമ്മളുടെ ഇതിന്റെ ഈ എഞ്ചിന്റെ സൈക്കിൾ എഫിഷ്യൻസി നോക്കി അറിയാം. നമുക്കൊരു ഹൈ എഫിഷ്യൻസി കിട്ടുന്നത് TI ഇൻലെറ്റ് ടെമ്പറേച്ചർ കുറയുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഇതിനെ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഇന്റർകൂളർ ഇതിന്റെ ഇടയിൽ ഫിറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ടർബോ ചാർജർ ഇന്റർകൂളറും ബേസിക്കലി ഒരു ഇരട്ട കോമ്പിനേഷൻ ആണ്. ഇതുള്ള സ്ഥലങ്ങളിലെല്ലാം ഇതും ഉണ്ടാവും. ഇതൊരു ഇന്റർകൂളർ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ്. പുറത്തുനിന്നുള്ള ഒരു ഹീറ്റ് എക്സ്ചേഞ്ച് മീഡിയം ഉപയോഗിച്ച് ഇതിലുള്ള ഹീറ്റിനെ പുറത്തേക്ക് എടുത്ത് തണുപ്പിച്ച് ഇതിനകത്തേക്ക് വീണ്ടും പമ്പ് ചെയ്യും. ഇതിനകത്തൊരു നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? തുടക്കത്തിൽ ഈ ടർബോ ചാർജറിന്റെ ആക്ഷൻ അത്ര ആക്റ്റീവ് അല്ല. അതിനെയാണ് നമ്മൾ ടർബോ ലാഗ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ടർബോ ചാർജറുള്ള വണ്ടികൾ ഓടിച്ചിട്ടുള്ളവർക്ക് ഇത് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ ആക്സലറേറ്റർ കൊടുക്കുമ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്കൊരു ഹൈ പവർ ഇൻപുട്ട് കിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഹൈ പ്രഷറൈസ്ഡ് ഈ കംപ്രസ് ചെയ്ത ഗ്യാസ് വന്നു തുടങ്ങുന്നത് ഒരു തുടക്കത്തിലെ ഒരു RPM ഒരു 400-500 RPM ഒക്കെ കഴിഞ്ഞ് ഒരു 2000 RPM ഒക്കെ ആകുമ്പോഴേക്കുമാണ് ഈ ഹൈ പ്രഷർ ജനറേറ്റ് ചെയ്ത് വരുള്ളൂ. അതിനെയാണ് ടർബോ ലാഗ് എന്ന് പറയുന്നത്. നമുക്ക് 2 ടർബോ ചാർജർ ഉപയോഗിച്ച് ഈ ടർബോ ചാർജറിന് പാരലായിട്ട് വേറൊരു ടർബോ ചാർജർ ഉപയോഗിച്ച്, ലോ പ്രഷർ ടർബോ ചാർജർ ഉപയോഗിച്ച് ഈ ടർബോ ലാഗ് കുറയ്ക്കാം. തുടക്കത്തിലെ ഏകദേശം ഏതാനും സെക്കൻഡുകൾ, 10-15 സെക്കൻഡാണ് ഈ പവർ ലാഗ് നമ്മൾ ഫീൽ ചെയ്യുന്നത്. വോൾവോ കാറുകളിലെല്ലാം, അതുപോലെയുള്ള വലിയ കാറുകളിലെല്ലാം അല്ലെങ്കിൽ വലിയ ബസ്സുകളിലൊക്കെ ആ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. 2 സീക്വൻഷ്യലായിട്ട് 2 ടർബോ ചാർജറുകൾ കണക്ട് ചെയ്യുന്ന, ഒന്ന് ലോ പ്രഷർ, ഒന്ന് ഹൈ പ്രഷർ. ലോ പ്രഷർ സ്റ്റാർട്ടിങ് മാത്രം. അപ്പൊ ഈ ലാഗ് നമുക്ക് ഫീൽ ചെയ്യില്ല. വേറൊന്നാണ് VGT ടർബോ ചാർജർ. ഇതും നമുക്ക് നിങ്ങൾ ഏതെങ്കിലും വണ്ടി കണ്ടിട്ടുണ്ട്, അതിൽ ടർബോ എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ടർബോ ഈസ് നത്തിങ് ബട്ട് ടർബോ ചാർജർ. അപ്പോൾ ടർബോ ചാർജറിൽ VGT ടർബോ ചാർജറുണ്ട്. അതിൽ വേറെ ഒന്നുമില്ല, ഈ നമ്മള് ഈ ടർബൈൻ്റെ ബ്ലേഡ്, ടർബൈൻ്റെ ഏറ്റവും മെയിൻ കോമ്പോണന്റ് ആണ് ടർബൈൻ്റെ ബ്ലേഡ്. ടർബൈൻ്റെ ബ്ലേഡിലേക്ക് ഈ എക്സോസ്റ്റ് ഗ്യാസിനെ ഇഞ്ചെക്ട് ചെയ്യുന്നത്, ഈ സപ്പോസ് ഇതിന് ഒരു ഗൈഡ് വെയിൻ ഉണ്ടാവും. ഈ ഗൈഡ് വെയിൻ ഇല്ല എന്ന് വിചാരിച്ചുള്ളൂ, ഇത് റാൻഡം ആയിട്ട് വന്ന് ഇതിനെ അടിക്കുകയാണ്. പക്ഷെ ഈ ഗൈഡ് വെയിൻ്റെ ആംഗിൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഇംപ്രിന്റ് ചെയ്യുന്ന ഫോഴ്സ് കൂട്ടാം, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇതിനെ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സമയങ്ങളിലാണ് നമ്മൾ VGT, വേരിയബിൾ ഗൈഡ് ടെക്നോളജി, അങ്ങനെ എന്താണ് അതിന്റെ ഫുൾ ഫോം. VGT ഉപയോഗിച്ചും കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ടർബോ ചാർജ് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും. വീഡിയോ ഉണ്ട്, കുറച്ച് ലെങ്തി വീഡിയോ ആണ്, പക്ഷെ നമ്മളത് അതിന്റെ മെയിൻ പാർട്ട് മാത്രം നമുക്ക് നോക്കാം.
ഇതാണ് ബേസിക്കലി ടർബോ ചാർജർ. ഇതൊരു കാസ്റ്റിംഗ് ആണ് ബേസിക്കലി. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഈ സ്പൈറൽ ഷേപ്പ് തന്നെ ഇതിനകത്തുള്ള ഗ്യാസ് ഫ്ലോ പാത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പൊതുവെ ലോ പ്രഷർ എവിടെയൊക്കെയാണോ ഹൈ ഓൾട്ടിറ്റ്യൂഡിലൊക്കെ ടർബോ ചാർജർ മാൻഡേറ്ററി നിർബന്ധമായിട്ടും വേണ്ടതാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ എഞ്ചിൻ പെർഫോം ചെയ്യില്ല. ഇതൊരു സാധാരണ സപ്പോസ് ടർബോ ചാർജർ ഇല്ലാത്ത ഒരു എഞ്ചിനാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് ടർബോ ചാർജറിന്റെ ബോഡി കൺസ്ട്രക്ഷൻ. ഇതിന്റെ ഒരു സൈഡിൽ കംപ്രസറും വേറെ എഞ്ചിൽ ടർബൈനുമാണ്. ഞാൻ പറഞ്ഞു കംപ്രസറിന്റെ നേരെ ഓപ്പോസിറ്റ് ആക്ഷൻ ആണ് ടർബൈന്. ഇതാണ് എക്സോസ്റ്റ് ഗ്യാസ്. ഇവിടെ എക്സോസ്റ്റ് ഗ്യാസിലെ തെർമൽ എനർജിയെ നമ്മൾ കൈനറ്റിക് എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. കൈനറ്റിക് എനർജി ഈസ് നത്തിങ് ബട്ട് യുവർ RPM. ഈ ടർബൈനും കംപ്രസറും ഒരേ ഷാഫ്റ്റിലായതുകൊണ്ട് കംപ്രസർ പുറത്തുനിന്നുള്ള എയറിനെ അക്സെപ്റ്റ് ചെയ്യുകയും അതിനെ തിരിച്ച് കംപ്രസ് ചെയ്ത് ബേസിക്കലി ഇതെന്താണ്, ഇത് ബേസിക്കലി ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു സെൻട്രിഫ്യൂഗൽ ടൈപ്പ് ഓഫ് കംപ്രസറാണ്. റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ അല്ല. അവിടെ അതിന്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്തിട്ടാണ് അതിന് കൂടുതൽ പ്രഷർ നൽകുന്നത്. ഇവിടെ ഔട്ട്ലെറ്റ് ഇതുവഴി വരുന്നു. ഇവിടെ നിന്ന് കംപ്രസ് ചെയ്തതിനു ശേഷം ഇന്റർകൂളർ, ഇതാണ് ഇന്റർകൂളർ വഴി തിരിച്ച് വീണ്ടും സപ്ലൈ ആണ്. നമുക്ക് പല ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കാരണം ഇവിടെ ഇതാണ് നിങ്ങളുടെ ക്രാങ്ക് ഷാഫ്റ്റ്. ക്രാങ്ക് ഷാഫ്റ്റും റൊട്ടേഷൻ ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷെ നമ്മൾ ഈ ക്രാങ്ക് ഷാഫ്റ്റിന്റെ റൊട്ടേഷൻ എല്ലായിടത്തേക്കും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമുക്ക് വർക്ക് ലോസ് ആണ് ബേസിക്കലി നമുക്ക് സംഭവിക്കുന്നത്. നമുക്ക് വേണ്ടത് ഈ റൊട്ടേഷൻ പ്യുവർ ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഡ്രൈവ് ട്രെയിനിലേക്കാണ്. ഈ ഡ്രൈവ് ട്രെയിനിലേക്കിന്റെ ഇടയിലേക്ക് പോവാതെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ നമുക്കിവിടെ എക്സോസ്റ്റ് ഗ്യാസിൽ ഓൾറെഡി ഒരു തെർമൽ എനർജി ഉള്ളപ്പോൾ അതിനെ വേസ്റ്റ് ചെയ്യാതെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ടർബോ ചാർജറിന്റെ മറ്റൊരു കാരണം. വേസ്റ്റ് ഹീറ്റ് റിക്കവറിയാണ് ഒരുപക്ഷെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇന്നോവേഷൻ. എവിടെയൊക്കെ ഹീറ്റ് വേസ്റ്റ് ആകുന്നോ അതിനെല്ലാം ഡിസ്ചാർജ് ചെയ്യണം. ഇതിനൊരു പാരലൽ ലൈൻ ഉണ്ടാവും. ഒരുപക്ഷെ ഒരുപാട് എക്സോസ്റ്റ് വരികയാണെങ്കിൽ, അത്രയും എക്സോസ്റ്റിന്റെ ആവശ്യമില്ലെങ്കിൽ ഇവിടെ ബാക്കി വരുന്ന എക്സോസ്റ്റിനെ ടർബോ ചാർജറിലേക്ക് കടത്താതെ ഒരു പാരലൽ ലൈൻ വഴി എക്സോസ്റ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കടത്തി വിടും. അപ്പോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ പാരലൽ ലൈൻ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പാരലൽ ലൈൻ വഴിയാണ് ബേസിക്കലി അതൊരു സേഫ്റ്റി ഡിവൈസ് ആണ്. അല്ലെങ്കിൽ ടർബൈനിൽ ഓവർലോഡ് വരും. ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ അത് ടർബൈൻ ഫെയിൽ ആവും. ഇനി നമ്മൾ പറഞ്ഞ 3 കാര്യങ്ങൾ ആദ്യം തൊട്ട് പറയാം. ഒന്ന് ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ, MPFI മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ, CRDA, പിന്നെ പറഞ്ഞതാണ് ടർബോ ചാർജർ അല്ലെങ്കിൽ ഇന്റർകൂളർ, ടർബോ ചാർജർ ആൻഡ് ഇന്റർകൂളർ. ഇനി അടുത്തതാണ് പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്കിംഗ്, പവർ വിൻഡോ. ഇത് ഇതിനു മുമ്പുള്ള സിസ്റ്റത്തിന് അത്രയും കോംപ്ലക്സ് അല്ല. പക്ഷെ പവർ സ്റ്റിയറിംഗ് മാത്രമാണ് ഇതിൽ കുറച്ച് എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. മറ്റേത് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. നിങ്ങൾ സെൻട്രൽ ലോക്കിംഗ് എന്താണ്, പവർ വിൻഡോ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പവർ സ്റ്റിയറിംഗ് എന്താണെന്ന് അറിയണമെങ്കിൽ ബേസിക്കലി സ്റ്റിയറിംഗ് ആക്ഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്റ്റിയറിംഗ് ആക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ
ഒരു പവർ, ഒരു എക്സ്റ്റേണൽ പവർ ഉപയോഗിച്ച് അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പവർ സ്റ്റിയറിംഗ് ആയി. രണ്ട് രീതിയിലാണ് ആ എക്സ്റ്റേണൽ സിംപ്ലിഫിക്കേഷൻ. അതായത് ഒരു സ്റ്റിയറിംഗ് ആക്ഷൻ കൊടുക്കുമ്പോൾ നമ്മളൊരു ഡ്രൈവറാണ് അവിടെ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു എഫർട്ട് കൊടുക്കുന്നത്. പക്ഷെ പവർ സ്റ്റിയറിംഗിൽ ഈ ഡ്രൈവറുടെ എഫർട്ടിന് പകരം നമുക്കൊരു എക്സ്റ്റേണൽ എഫർട്ട് ഏജൻസി ഉപയോഗിച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഡ്രൈവറുടെ എഫർട്ട് കുറവായിരിക്കും. പവർ സ്റ്റിയറിംഗ് ഇത് തന്നെയാണ് മെയിൻ അഡ്വാൻറ്റേജ്. ഡ്രൈവറിന്റെ ഏറ്റവും ചെറിയ എഫർട്ടാണ്. നമ്മൾ നേരത്തെ MPFA കണ്ട പോലെ തന്നെ ഇവിടെയും ഇതിന്റെ ഒരു കീ ആയിട്ട് പ്രവർത്തിക്കുന്നത് ഒരു ECU ആണ്. അത് ഹൈഡ്രോളിക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ആയിക്കോട്ടെ. ഇതിനു മുമ്പ് നിങ്ങൾ എന്താണ് സ്റ്റിയറിംഗ് ആക്ഷൻ എന്ന് ഒന്ന് അറിഞ്ഞിരിക്കണം. അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് ബേസിക്കലി എന്താണ് പവർ സ്റ്റിയറിംഗ് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പവർ സ്റ്റിയറിംഗ് നിങ്ങൾക്കറിയാം. സ്റ്റിയറിംഗ് ആക്ഷൻ എന്താണ്? നിങ്ങളുടെ വെഹിക്കിളിനെ ഏതെങ്കിലും ഒരു ആംഗിളിലേക്ക് തിരിക്കാൻ, സ്കിഡ് ആവാതെ തന്നെ തിരിക്കാൻ വേണ്ടിയിട്ട്. ബേസിക്കലി ഈ സ്റ്റിയറിംഗ് ചെയ്യുന്നത് നിങ്ങളുടെ ഈ ഫ്രണ്ട് വീലിനെ, ഫ്രണ്ട് വീൽ ഡ്രൈവുള്ള വണ്ടികൾക്ക് ഫ്രണ്ട് വീലിനെ ഈ സ്റ്റിയറിംഗിന്റെ ഈ ഫ്രണ്ട് ആക്സിലിന്റെ മുകളിൽ നോക്കുമ്പോഴുള്ള ആംഗിളിൽ ഇതിനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. റൊട്ടേറ്റ് ചെയ്യുകയല്ല, ബേസിക്കലി ടിൽറ്റ് ചെയ്യുകയാണ്. ആ ടിൽറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെക്കാനിസമാണ് ബേസിക്കലി സ്റ്റിയറിംഗ് മെക്കാനിസം. ഇവിടെ ഒരു റാക്ക് ആൻഡ് പിനിയൻ സിസ്റ്റമാണ്. റാക്ക് ആൻഡ് പിനിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒരു റൊട്ടേഷനെ റെസിപ്രൊക്കേഷൻ ആക്കി മാറ്റുന്ന ഒരു മെക്കാനിസത്തിന് പറയുന്നതാണ് റാക്ക് ആൻഡ് പിനിയൻ. നമ്മൾ റൊട്ടേഷൻ ഇവിടെ നത്തിങ് ബട്ട് യുവർ സ്റ്റിയറിംഗ് വീൽ റൊട്ടേഷൻ, ഇതിനെ റെസിപ്രൊക്കേഷൻ ആക്കുന്ന ഈ സിസ്റ്റം, ഇതാണ് ബേസിക്കലി നിങ്ങളുടെ സ്റ്റിയറിംഗ് സിസ്റ്റം. അപ്പൊ ഇതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ വീൽ എന്തുകൊണ്ടാണ് സ്റ്റിയർ ചെയ്യപ്പെടുന്നത്. അതായത് നിങ്ങൾ ഒരു വീലിനെ തിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ വെഹിക്കിൾ സ്ട്രെയിറ്റ് പോവാതെ ഇത് തിരിയാനുള്ള കാരണം എന്താണ്? ബേസിക്കലി ഈ വീലിന്റെ റൊട്ടേഷണൽ കോണ്ടാക്ട് പോയിന്റില്, ഈ സ്റ്റേഷനറി സർഫസ് റോഡുമായിട്ടുള്ള കോണ്ടാക്ട് പോയിന്റില് ഇതിന് വെലോസിറ്റി 0 ആയിരിക്കും. വെലോസിറ്റി 0 ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇത് സ്റ്റേഷനറി എന്നൊരു കൺസെപ്റ്റിൽ എടുക്കരുത്. ഇതിന്റെ റിലേറ്റീവ് വെലോസിറ്റി ഈ പോയിന്റിൽ, ഈ കോണ്ടാക്ട് പോയിന്റിൽ 0 ആയിരിക്കും. അതിന് കാരണം ഇതിന് രണ്ട് മൂവ്മെന്റ് ആണുള്ളത്. ഒന്ന് ഇതിന്റെ ആക്സിസിലുള്ള റൊട്ടേഷനും പിന്നെ ഈ ഹോൾ സിസ്റ്റത്തിനുള്ള റെസിപ്രൊക്കേഷനും. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഒരു സ്റ്റിയറിംഗ് ആക്ഷൻ നടക്കുന്നത്. ഇത് രണ്ടും ഈ പോയിന്റിൽ ക്യാൻസൽ ആവുന്നത് കൊണ്ടാണ് 0 വെലോസിറ്റി ഇവിടെ. അതായത് നിങ്ങളുടെ ഈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി, റെസിപ്രിക്കേഷൻ വെലോസിറ്റി പോയിന്റും ഈ ഡയറക്ഷനിലുള്ള റൊട്ടേഷണൽ വെലോസിറ്റി കോമ്പൗണ്ടും ഈ പോയിന്റിൽ എത്തുമ്പോൾ ക്യാൻസൽ ആകുമ്പോഴാണ് നമുക്ക് ഈ പോയിന്റിൽ 0 എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, 0 വെലോസിറ്റി എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്നത്. ഓക്കെ, നമുക്ക് രണ്ട് കോമ്പോണന്റ് ഉണ്ട്. ഒന്ന് ഇതിന്റെ മൂവ് ചെയ്യുന്ന റെസിപ്രിക്കേറ്റിംഗ് വെലോസിറ്റി കോമ്പോണന്റ്, പിന്നെ ഒന്ന് റൊട്ടേഷണൽ. ഇത് രണ്ടും ഒരേ ലൈനിലാക്കിയാൽ മാത്രമേ നമുക്കിത് ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഈ സ്റ്റിയറിംഗിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെസിപ്രിക്കേറ്റിംഗ് കോമ്പോണന്റിനെയും റൊട്ടേഷണൽ കോമ്പോണന്റിനെയും ഒരേ ലൈനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റിയറിംഗ് ആക്ഷൻ നടത്തുന്നത്. ഈ സ്റ്റിയറിംഗ് ആക്ഷൻ നടത്തണമെങ്കിൽ ഈ ഒരു വിത്ത് റെസ്പെക്ട് ഒരു സെന്റർ ഈ ലൈനുകളെല്ലാം വന്ന് മീറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇവിടെ ഒരു സ്റ്റിയറിംഗ് ആക്ഷൻ നടക്കുകയുള്ളൂ.
ഇത് കുറച്ച് കോംപ്ലക്സ് ആണ് ഇതിന്റെ മെക്കാനിസം. കൂടുതൽ മെക്കാനിസം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡൈനാമിക്സ് ഓഫ് മെഷീനറി പോലത്തെ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഇതിന്റെ ആംഗിളൊക്കെ വരച്ചിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പൊ ബേസിക്കലി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഫ്രണ്ടിലുള്ള ഈ ആംഗിൾ, ഈ അകത്തേക്കുള്ള വീലിന് കൂടുതൽ ആംഗിളും പുറത്തേക്കുള്ള വീലിന് കുറവ് ആംഗിളും ആയിരിക്കും ടിൽറ്റ് ചെയ്യുന്നത്. കാരണം ഇതെല്ലാ പോയിന്റും കൂടി ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ വിത്ത് റെസ്പെക്ട് ടു ദിസ് സെന്റർ ഈ വെഹിക്കിൾ ടേൺ ചെയ്യുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ഇതിൽ സ്റ്റിയറിംഗ് ആക്ഷൻ നടക്കുന്നത്. സ്റ്റിയറിംഗ് ആക്ഷൻ നടക്കുന്ന ഇതാണ് സ്റ്റിയറിംഗ്, റാക്ക് ആൻഡ് പിനിയൻ ബേസിക് സ്റ്റിയറിംഗ്. അപ്പൊ ഇവിടെ നമുക്കൊരു റാക്ക്, ഇതിന് ഒരേ ഒരു മൂവ്മെന്റേ ഉള്ളൂ, ലെഫ്റ്റ് ടുവേർഡ്സ് റൈറ്റ്. പിനിയൻ റൊട്ടേറ്റ് ചെയ്യാണ്, റൊട്ടേഷൻ ടു റെസിപ്രിക്കേഷൻ മൂവ്മെന്റ്. ഇത് സ്റ്റിയറിംഗ് ആം. സ്റ്റിയറിംഗ് ആം എപ്പോഴും വീലിലേക്ക് കണക്ട് ചെയ്യാണ്. ഈ ആക്സിസിലാണ് ഇതിന്റെ റൊട്ടേഷൻ. വളരെ ശ്രദ്ധിക്കുക, ഇങ്ങനെയല്ല, ഇങ്ങനെ, ഈ വിത്ത് റെസ്പെക്ട് ടു റെഡ് ആക്സിസിൽ. സ്റ്റിയറിംഗ് ആമിനെ റാക്കിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് തൈറോയ്ഡ്. തൈറോയ്ഡ് ബേസിക്കലി ഒരു കണക്റ്റിംഗ് റോഡ് പോലെ തന്നെ. ഈ റെസിപ്രിക്കേഷന്, ഈ റൊട്ടേഷൻ, നമുക്കിവിടെ റൊട്ടേഷൻ, റെസിപ്രിക്കേഷൻ, വീണ്ടും റൊട്ടേഷൻ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിലേക്ക് നോക്കുക, ഇത് തിരിയുന്നത് ശ്രദ്ധിക്കുക. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ റെസിപ്രിക്കേഷൻ ഒരു കോമൺ പോയിന്റിൽ ലയണം, എങ്കിൽ മാത്രമേ ഇവിടെ ഒരു സ്റ്റിയറിംഗ് ആക്ഷൻ, അല്ലെങ്കിൽ ഇത് സ്റ്റിയറിംഗ് നമുക്ക് വേണ്ടത് എപ്പോഴാണ് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന ഒരു പാത്തിനെ തിരിക്കാൻ പറ്റുകയുള്ളൂ. ഈ പോയിന്റ് മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇത് സ്ലിപ്പായി പോകും, വെഹിക്കിൾ അതിന്റെ പാക്കിൽ നിന്ന് സ്ലിപ്പായിട്ട് പുറത്തേക്ക് പോകും. ഇനി ഇതിന്റെ സിസ്റ്റമാണ്. സിസ്റ്റം വളരെ എളുപ്പമാണ്. ഇവിടെ ഒരു ഗിയർ സിസ്റ്റം ഉണ്ടാവും. കോളം അസിസ്റ്റഡ് പവർ സ്റ്റിയറിംഗ് ആണിത്. ഇവിടെ നമുക്കൊരു ബ്രഷ്ലെസ് DC മോട്ടർ ഉണ്ട്. ഈ DC മോട്ടർ ഉപയോഗിച്ച് നമ്മൾ കൊടുക്കുന്ന ഈ മൂവ്മെന്റിന് കൂടാതെ ഒരു എക്സ്റ്റേണൽ എഫർട്ട് ഇതിന് കൊടുക്കുന്നുണ്ട്. ഈ മോട്ടറിന് പവർ കൊടുക്കുന്നതും ഇത് കൺട്രോൾ ചെയ്യുന്നതും ഒരു ECU യൂണിറ്റ് ആണ്. ഈ ECU യൂണിറ്റ് ഇതിന്റെ കൂടെ ഉണ്ടാവും. ഇവിടെ 2 ടോർക്ക് ഉണ്ട്. ഒന്ന് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്നതും പിന്നെ ഒന്ന് ഈ സിസ്റ്റം കൊടുക്കുന്നതും. ടോർക്ക് സിസ്റ്റം ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത ടോർക്ക്, നമ്മൾ മാനുവൽ ആയിട്ട് അപ്ലൈ ചെയ്ത ടോർക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റമാണ്. ബേസിക്കലി ഈ പ്രഷർലെസ് വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ റൊട്ടേഷൻ അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്റ്റിയറിംഗ് ആക്ഷൻ വളരെ എഫർട്ട്ലെസ് ആവുകയാണ് കേട്ടോ. ഇവിടെയാണ് പവർ സ്റ്റിയറിംഗ് ഹാപ്പൻ ചെയ്യുന്നത്. ബേസിക്കലി ഇതൊരു സിംഗിൾ സൈഡഡ് ആക്ഷൻ ആണ്. അതായത് ഒരു ഡയറക്ഷനിൽ മാത്രമേ ഇതിന് മൂവ്മെന്റ് ഉള്ളൂ. ഉദാഹരണത്തിന് ഈ ഗിയർ ടച്ച് അല്ലാതെ പോയി, ഉദാഹരണത്തിന് ഈ ഗിയർ ഇവിടെ വിട്ടുപോയി, നമ്മൾ നേരത്തെ കണ്ട മോട്ടർ 2 ആ ഗിയർ വിട്ടുപോയി കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് സ്റ്റക്ക് ആവില്ല. മാനുവൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന സ്റ്റിയറിംഗ് മോഷൻ മാനുവൽ ആയിട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യും. പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യില്ല, പകരം മാനുവൽ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യും. അതിനവിടെ ഒരു സൺ ആൻഡ് പ്ലാനറ്ററി ഗിയർ മെക്കാനിസം ആണ് യൂസ് ചെയ്യുന്നത്. സെൻട്രൽ ലോക്കിംഗ് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. നമുക്കറിയാം സെൻട്രൽ ലോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർ ഒരാളുടെ ഒരു സ്ഥലത്തു നിന്നുള്ള എല്ലാ ഡോറിലേക്കും സെൻട്രലൈസ്ഡ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റത്തെയാണ് സെൻട്രൽ ലോക്കിംഗ് എന്ന് പറയുന്നത്. ഒരു ലാച്ചിങ് മെക്കാനിസം ആണ്. ഇതിന്റെ 2 പുതിയ വെർഷൻ വന്നിട്ടുണ്ട്. ഒന്ന് റിമോട്ട്, മറ്റേതൊന്ന് കീലെസ്. റിമോട്ട് വേറൊന്നും അല്ല, ഒരു 315 മെഗാഹെർട്സ് ഉള്ളതാണ് നോർത്ത് അമേരിക്കൻ കാർസിന്. 433 2 സിഗ്നൽ ഇന്റർസെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓപ്പറേഷൻ കൺവേർട്ട് ചെയ്ത് ഓട്ടോമേറ്റ് ചെയ്യും. ഇതിനെയാണ് സെൻട്രൽ ലോക്കിംഗ് എന്ന് പറയുന്നത്. സെൻട്രൽ ലോക്കിംഗ് കൂടുതൽ ഒരു മെക്കാനിക്കൽ ആസ്പെക്ട് അതിനകത്തില്ല. ഇനി വരുന്നതാണ് പവർ വിൻഡോ. പവർ വിൻഡോ വളരെ സിമ്പിൾ മെക്കാനിസം. ഇതൊക്കെ വളരെ സിമ്പിൾ മെക്കാനിസം ആണ്.
നമുക്ക് പൊതുവെ പഴയ വണ്ടികളിലൊക്കെ ക്രാങ്ക് ഹാൻഡിൽ ഒരു റൊട്ടേഷനെ നമ്മൾ കറക്കി റെസിപ്രൊക്കേഷൻ ആക്കി മാറ്റുന്ന ഒരു സാധാ ക്രാങ്ക് മെക്കാനിസം ആണ് വിൻഡോ പൊക്കാനും താത്താനും ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇപ്പോ ഇറങ്ങുന്ന എല്ലാ വെഹിക്കിൾസിനും പുതിയ സിസ്റ്റം ഉപയോഗിച്ച് പവർ വിൻഡോ സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത്. പവർ വിൻഡോ സിസ്റ്റം വളരെ സിമ്പിൾ ആണ് മനസ്സിലാക്കാൻ. നിങ്ങൾക്ക് 2 ലിവർ ഉണ്ടാവും. ഈ 2 ലിവറിന്റെയും നടുക്ക് ഒരു സ്ലൈഡർ മെക്കാനിസം ഉണ്ടാവും. ഈ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിന്റെ സൈഡിലേക്ക് ഈ വിൻഡോയുടെ 2 ഇടങ്ങളിലേക്ക് ഇത് കണക്ട് ചെയ്യും. ഇവിടെ ഒരു ഗിയർ ഉണ്ട്, ഇവിടെ ഒരു ഗിയർ ഉണ്ട്, ഇവിടെ ഒരു ഇലക്ട്രിക് മോട്ടർ ഉണ്ടാവും. ബേസിക്കലി ആ മോട്ടറാണ് ഇവിടെയും ഒരു ഇലക്ട്രോണിക് മോഡ്യൂൾ ഉണ്ട്. ഈ ഇലക്ട്രിക് മോഡ്യൂൾ അനുസരിച്ച് ഈ ഗിയർ റൊട്ടേറ്റ് ചെയ്യും. ഈ ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്ന അനുസരിച്ച് ഇത് മുകളിലേക്ക് പോകും. ഈ ലിങ്കിൽ നിന്ന് ഇത് കണക്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് യൂണിഫോം ആയിട്ട് മുകളിലേക്ക് മൂവ് ചെയ്യും. ഇതിന് നിങ്ങൾക്കറിയാം 4 ഫ്രണ്ട് ഡോറിൽ 4 ഒരുമിച്ചുണ്ട്. പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള 3 ഡോറിൽ വേറെ വേറെ ഇൻഡിവിജ്വൽ കണക്ഷൻസും ഇതേ യൂണിറ്റിലേക്ക് പോകും. എന്തിനാണ് ഈ യൂണിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി 2 ഫംഗ്ഷൻ ആണ് ഇതിൽ. ഒന്ന്, ഈ കൺട്രോൾ, ഈ വരുന്ന ഇൻപുട്ട് സിഗ്നലിനെ പ്രോസസ് ചെയ്ത് ഈ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാൻ. 2, ഇനി അഥവാ ഇത് മൂവ് ചെയ്യുകയാണ്, ഇതിന്റെ ഇടയിൽ ആരെങ്കിലും കൈയിടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻട്രൻസ് വരികയാണെങ്കിൽ ഇതിന്റെ മൂവ് ചെയ്യുന്നത് നിർത്തണം. അപ്പോ ഇവിടെ ഒരു സെൻസർ മൗണ്ട് ചെയ്തിട്ടുണ്ടോ. ആ സെൻസർ ഉപയോഗിച്ച് ഈ സിഗ്നലിലേക്ക് മൂവ് ചെയ്യും, അനുസരിച്ച് ഇവിടെ നിർത്തും. ഇതിന്റെ മൂവ്മെന്റ് നിർത്തും. ഇത് ബേസിക്കലി ഒരു സിമ്പിൾ മെക്കാനിസം ആണ്. ഒരു റൊട്ടേഷന് തിരിച്ച് റെസിപ്രിക്കേഷൻ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇതൊരു സ്വിഫ്റ്റിന്റെ നിങ്ങൾ ഏറ്റവും അധികം കാണുന്ന ഒരു കാറാണ്. സ്വിഫ്റ്റിന്റെ പവർ വിൻഡോ കിറ്റ് ആണ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്, നിങ്ങൾക്ക് പവർ വിൻഡോ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ. എന്നാൽ പലരും ഇതിപ്പോ ഫോളോ ചെയ്യുന്നില്ല. ഇപ്പൊ ഓഡി S4 ഇറങ്ങുന്നത് വീണ്ടും പഴയ സിസ്റ്റം ഉപയോഗിച്ച് തന്നെയാണ്. അടുത്തതാണ് എയർ സസ്പെൻഷൻ സിസ്റ്റം. എയർ സസ്പെൻഷൻ സിസ്റ്റം നമുക്കറിയാം, വെഹിക്കിൾ സസ്പെൻഷന് ബേസിക്കലി ലീഫ് സ്പ്രിങ്ങുകളാണ് യൂസ് ചെയ്യുന്നത്. ലീഫ് സ്പ്രിങ്ങുകൾ നിങ്ങളുടെ വെഹിക്കിളിന്റെ ടയറിന്റെ ആ ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് ലീഫ് സ്പ്രിങ് എന്ന്. നമ്മൾ മെഷീൻ ഡിസൈൻ പഠിക്കുമ്പോൾ അതിന്റെ തിയറിയും പഠിച്ചിട്ടുണ്ടോ. ചില സ്ഥലങ്ങളിൽ പക്ഷെ 2 വീലറുകളിലൊക്കെ സാധാ ഹെലിക്കൽ കോയിൽ സ്പ്രിങ് ആണ് ഉപയോഗിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ നിങ്ങൾ ഹൈഡ്രോളിക് ഫ്യൂൽ ഷോക്ക് അബ്സോർവറിൽ ഹൈഡ്രോളിക് സിസ്റ്റം ഉപയോഗിച്ച് ഷോക്ക് അബ്സോർവ് ചെയ്യുന്ന സിസ്റ്റം നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോ ഇറങ്ങുന്ന വലിയ വണ്ടികളിൽ പ്രത്യേകിച്ച് ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് എയർ. ഇത് പൊതുവെ ഒരു ടിപ്പിക്കൽ വോൾവോയുടെ ഒരു എയർ സസ്പെൻഷൻ. ഇവിടെ ഒരു എയർ ടാങ്ക് ഉണ്ടാവും, എയർ ബാഗ്, ഈ പറയുന്ന ഒരു ബെല്ലോ മൗണ്ട് ചെയ്യുന്ന. ബേസിക്കലി ഇവിടെ ഒന്നുമില്ല, നിങ്ങൾക്ക് ഒരു ഹൈ പ്രഷർ എയർ ഈ ബെല്ലോയിലേക്ക് പോകും. എവിടെയാണോ ഒരു ഹിൻഡ്രൻസ് വരുന്നത്, ഇവിടെ ലോഡ് വരുന്നത്, അതനുസരിച്ച് ഇവിടുന്ന് എയർ റിട്ടേൺ ആവും. ആ റിട്ടേൺ ആയ എയർ അനുസരിച്ച് തിരിച്ച് ഇവിടുന്ന് ഹൈ പ്രഷർ എയർ ഫില്ല് ചെയ്യും. ഇപ്പൊ ബേസിക്കലി ഒരു എയർ കുഷൻ സിസ്റ്റം ആണ് എയർ സസ്പെൻഷൻ. ഇപ്പൊ ഈ ലേ ഔട്ട് വരയ്ക്കാൻ പഠിക്കുക, എന്നിട്ട് ഇതിന്റെ ഓപ്പറേഷൻ നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഈ സിസ്റ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു എയർ ടാങ്കും അതുപോലെ തന്നെ എയർ ബെല്ലോസ്. ബെല്ലോസ് എന്ന വാക്ക് ശ്രദ്ധിക്കും. എയർ കംപ്രസർ ഇതിന്റെ പാർട്ടാണ്. ബെല്ലോസ് അല്ലെങ്കിൽ എയർ ബാഗ് എന്ന് പറയാം. ബേസിക്കലി ഇതൊരു ഷോക്ക് അബ്സോർബിംഗ് സിസ്റ്റം ആണ്. ആന്റിലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം. അടുത്ത പ്രൊട്ടക്റ്റീവ് സിസ്റ്റംസ് ആണ്. ആന്റിലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം നമുക്ക് പക്ഷേ 2-3 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. ഇനി ഒരു ക്ലാസ് കിട്ടുകയാണെങ്കിൽ വീണ്ടും പറയാം. എയർ ബാഗ് നമുക്ക് അറിയാവുന്നതാണ്. എയർ ബാഗ് ബേസിക്കലി എയർ ബാഗ് നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിലോ അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ അപ്പുറത്തിരിക്കുന്ന ഒരാളുടെ സൈഡിലോ ഉണ്ടാവും എയർ ബാഗ്. ഒരു ക്രാഷ് സെൻസർ ഇതിൽ പിടിപ്പിച്ചിട്ടുണ്ടാവും. ഈ ക്രാഷ് സെൻസറിൽ നിന്നുള്ള ഡേറ്റ അനുസരിച്ച് ഈ എയർ ബാഗ് ഇൻഫ്ലേറ്റ് ചെയ്യും. ബേസിക്കലി ഇതിൽ നൈട്രജൻ ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത്. ഇതൊരു സേഫ്റ്റി ഡിവൈസ് ആണ്. പണ്ട് ഒരുപക്ഷെ എക്സ്ട്രാ ഫീച്ചർ ആയിട്ട് നൽകിയിരുന്നതിന് ഇപ്പോൾ മാൻഡേറ്ററി ആയിട്ട് നൽകിയതാണ്. ഒരു മാൻഡേറ്ററി സേഫ്റ്റി ഫീച്ചർ ആണ് ഇൻ കേസ് ഓഫ് എമർജൻസി. ഇവിടെ ഒരു ലോഡ്, ബേസിക്കലി ക്രാഷ് സെൻസർ എന്ന് പറയുന്നത് ഒരു സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെയിൻ സെൻസർ ആണ്. ഇതനുസരിച്ച് ഇത് ഓപ്പൺ ആവും. ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു 1 ടൈം യൂസ് ആണ് എയർ ബാഗ്. അതിനുശേഷം ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. വീണ്ടും പുതിയൊരു എയർ ബാഗ് അസംബ്ലി ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും.
അടുത്തതായിട്ട് ലാസ്റ്റ് ടോപ്പിക് ഓട്ടോമൊബൈൽ എമിഷൻ. ഇതിൽ നമ്മൾ 2 ടോപ്പിക് വിട്ടിട്ടുണ്ട്. ഒന്ന് എയർ സസ്പെൻഷനും പിന്നെ ആന്റി ബ്രേക്ക് സിസ്റ്റം. ABS കുറച്ച് ടൈം എടുക്കും മനസ്സിലാക്കാൻ, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അതിന്റെ വീഡിയോ ഉണ്ട്. ഓട്ടോമൊബൈൽ എമിഷൻ നമുക്കറിയാം എന്താണ്. ഇന്ന് നമ്മുടെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ചസിൽ ഒന്നാണ് ഓട്ടോമൊബൈൽ എമിഷൻ കൺട്രോൾ. ബേസിക്കലി പർട്ടിക്കുലേറ്റ് മാറ്റർ, ഇതിനകത്ത് ഈ ഓട്ടോമൊബൈൽ എമിഷനിൽ കടങ്ങിയിരിക്കുന്ന സസ്പെൻഡഡ് പാർട്ടിക്കിൾ, ചില തരികൾ, ഈ തരികളിൽ ഉള്ള ഈ PM എന്നാണ് ഇതിന് പറയുന്നത്, പർട്ടിക്കുലേറ്റ് മാറ്റർ. ഇതൊരു തരം കറുത്ത പൊടിയാണ്. നിങ്ങൾ എവിടെയെങ്കിലും ബൈക്കിലൊക്കെ യാത്ര ചെയ്ത് തിരിച്ചു വരുമ്പോഴേക്കും നിങ്ങളുടെ കഴുത്തിന്റെ ഇവിടെയൊക്കെ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇതെല്ലാം ബേസിക്കലി ഈ ഓട്ടോമൊബൈലിൽ നിന്ന് പുറത്ത് വരുന്ന ഈ കറുത്ത തരികളാണ്. ഇത് 2.5 ഉണ്ട്, 10 ഉണ്ട്. ഇത് രണ്ടുമാണ് ഏറ്റവും വളരെ 2.5 എന്ന് പറഞ്ഞാൽ 2.5 മൈക്രോൺ സൈസ്, 2.5 into 10⁻³ millimeter. 2.5 പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ മൂക്ക് വഴി ഫിൽറ്റർ ചെയ്യില്ല, നമ്മുടെ ലങ്സിലേക്ക് ഇത് ഡയറക്റ്റ് പാസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു പർട്ടിക്കുലർ മാറ്റർ വളരെ ഡേഞ്ചറസ് ആണ്. പിന്നെ വോളറ്റൈൽ ഓർഗാനിക് കോമ്പണൻസ്, അതായത് ഈ നിങ്ങൾക്കറിയാം ക്രൂഡ് ഓയിലിൽ നിന്നാണ് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഉണ്ടാകുന്നത്. പക്ഷെ ക്രൂഡ് ഓയിലിൽ നിന്നുള്ള എല്ലാ ഹൈഡ്രോ കാർബണിന്റെ ഒരു പാർട്ട് ഈ വെഹിക്കിളിലെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ കൂടെ ഉണ്ടാവും. ഇത് കത്തുമ്പോൾ ഇതിന്റെ പാർട്ട് പുറത്തേക്ക് വരും, ഇത് അന്തരീക്ഷത്തിൽ പൊങ്ങിക്കിടക്കും. പിന്നെയുള്ളത് നൈട്രജൻ ഓക്സൈഡ്, NOx പൊല്യൂഷൻസ്. ഇത് രണ്ടും NO അല്ലെങ്കിൽ NO2, നൈട്രിക് ഓക്സൈഡ്, നൈട്രജൻ. അതിനാണ് പൊതുവെ NOx എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു എയറിലെ മെയിൻ കോമ്പൗണ്ട് നൈട്രജൻ ആണ്. ഇത് പുറത്ത് വന്നതിന് ശേഷം ഹൈ പ്രഷറിൽ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കത്തിന്റെ ഇടയിൽ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തതിനു ശേഷം ഇത് NOx, NO2 അല്ലെങ്കിൽ NO ആയിട്ട് പുറത്ത് എയറിൽ നിലനിൽക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സ്മോഗ് എന്ന് പറയുന്ന ഒരു ഫിനോമിന, ഈ മൂടൽ മഞ്ഞ് പോലെ, അത് ബേസിക്കലി NOx നിന്ന് വരുന്നതാണ്. ഭയങ്കരമായി റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വരുന്നതാണ്, ന്യൂമോണിയ അതുപോലത്തെ അസുഖങ്ങൾക്ക് കാരണമാണ്. കാർബൺ മോണോക്സൈഡ് നിങ്ങൾക്കറിയാം, ഏതൊരു വസ്തു കത്തുന്നത് കാർബൺ ആണെങ്കിൽ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ഫസ്റ്റ് പ്രോഡക്റ്റ് ആണ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് അധികം സ്റ്റേബിൾ അല്ല, പുറത്തിറങ്ങി കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് അതിനെ കാർബൺ ഡയോക്സൈഡായി മാറും. എന്ത് തന്നെ സംഭവിച്ചാലും എന്ത് വ്യത്യാലും അവസാനം ഉണ്ടാകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ പക്ഷെ നിങ്ങളുടെ ഈ എക്സോസ്റ്റിന്റെ അടുത്ത് നിങ്ങൾക്ക് കാർബൺ മോണോക്സൈഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഒരു കൺഫൈൻഡ് എൻവയോൺമെന്റിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യരുതെന്ന് പറയുന്നത്. അവിടെ കാർബൺ മോണോക്സൈഡ് ആയിരിക്കും. കൂടുതൽ എയറിലേക്ക് പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അത് അന്തരീക്ഷത്തിൽ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറും. സൾഫർ ഡയോക്സൈഡ് അറിയാം. സൾഫർ ഇതിന്റെ ഒരു ക്രൂഡ് ഓയിലിന്റെ ഒരു ഇന്നോവേറ്റബിൾ കോമ്പണന്റ് ആണ് സൾഫർ അന്തരീക്ഷത്തിൽ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തതിനു ശേഷം സൾഫർ ഡയോക്സൈഡ്. അതുകൂടാതെ മറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ട്. കാർബൺ ഡയോക്സൈഡ് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്, അതുപോലെ തന്നെ മീഥെയിൻ മറ്റൊരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. ഇതെല്ലാം ഇതിന്റെ എക്സോസ്റ്റിൽ നിന്ന്, എമിഷനിൽ നിന്ന് പുറത്തു വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പേരുകളെല്ലാം ചോദിക്കും, എഴുതണം ഓരോന്നോരോന്നായിട്ട്. അടുത്തത് ലാസ്റ്റ് ടോപ്പിക്കാണ് ഭാരത് സ്റ്റേജ്. ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം, സ്ഥിരം ചോദിക്കുന്നതാണ്. നമുക്ക് BS4 ആണ്. നമുക്കൊരു 5 മിനിറ്റ് കൂടി കിട്ടില്ലേ? BS4 സിസ്റ്റം ആണ്. BS4 സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പുറത്തേക്ക് വിടുന്ന എമിഷൻ കോമ്പോണന്റ്സിൽ അടങ്ങിയിരിക്കുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള കോമ്പോണന്റിന്റെ അളവ് നിയന്ത്രിക്കാനുള്ള ചില നോംസ് ആണ് ഭാരത് സ്റ്റേജ് നോംസ്. ബേസിക്കലി ഭാരത് സ്റ്റേജ് നോംസ് യൂറോപ്യൻ കൺട്രീസിന്റെ യൂറോ നോംസുമായിട്ട് അലൈൻ ചെയ്ത സെയിം സിസ്റ്റം തന്നെയാണ്. നമ്മൾ ഒരു ചെറിയ വ്യത്യാസങ്ങൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും വരുത്തിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ ഇത് നമുക്കറിയാം, ഇപ്പൊ നേരത്തെ കണ്ടു NOx പർട്ടിക്കുലർ മാറ്ററിൽ BS4 റെസ്ട്രിക്ഷൻ ഇല്ല. പക്ഷെ BS6 നിങ്ങൾ ഇപ്പൊ സിലബസ് BS4 ആണ്, പക്ഷെ നമുക്ക് 2020 BS6 വരുന്നുണ്ട്. NOx മാക്സിമം 80 mg/km, 1 കിലോമീറ്റർ റൺ ചെയ്യുമ്പോൾ ഇത്രയും പ്രൊഡ്യൂസ് ചെയ്യാൻ പാടുകയുള്ളൂ. ഡീസൽ ആണെങ്കിൽ 250 mg. നമുക്കറിയാം ഡീസൽ വെഹിക്കിൾ പെട്രോൾ വെഹിക്കിളിനേക്കാൾ കൂടുതൽ പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. കാരണം ഡീസലിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രോ കാർബണിന്റെ അളവ് കൂടുതലാണ്. പർട്ടിക്കുലർ മാറ്റർ പെട്രോൾ വെഹിക്കിളിന് ലിമിറ്റേഷൻ ഇല്ലായിരുന്നു, എന്നാൽ ഡീസൽ വെഹിക്കിളിന് 25 mg, ഹൈഡ്രോ കാർബണും NOx കോമ്പിനേഷൻ 300 mg. ഇത് ഒരു ജനറൽ ഇതാണ്. ഇത് കൂടാതെ BS4 ഡോക്യുമെന്റ് ഒരുപാട് റിക്വയർമെന്റ് പറയുന്നുണ്ട്. സൾഫറിന്റെ PPM
50 ppm പാർട്സ് പെർ മില്യൺ, 1 മില്യൺ പാർട്സിൽ 50 ppm പാർട്സ് മാത്രമേ സൾഫർ ഉണ്ടാവൂ. അത് നമ്മൾ 10 ആക്കി കുറച്ചിരിക്കുകയാണ് BS6. BS സ്റ്റാൻഡേർഡ് ഇന്ത്യയിൽ തുടങ്ങിയത് 2000-ലാണ്. പിന്നീട് BS2, BS3, BS4 ഇൻട്രൊഡ്യൂസ് ചെയ്ത് 2017-ലാണ്. BS3 എന്ന് നമ്മൾ അറിയാതെ പോയതിന് കാരണം BS2-ൽ നിന്നും BS3-ലേക്കുള്ള ഡിഫറൻസ് വളരെ കുറവാണ്. ഇതിനകത്ത് ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഒന്നാണ് BS4. BS5-ൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടില്ല. നമ്മൾ BS5 സ്കിപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ BS6-ലേക്ക് നേരിട്ട് ചാടുകയാണ്. കാരണം BS4, BS5, BS6 ഇല്ല. Euro 5 ഓൾറെഡി യൂറോപ്പിൽ ഇംപ്ലിമെന്റഡ് ആയി, പക്ഷെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ Euro 6-ലേക്ക് ഡയറക്റ്റ് പോവാണ്. 2020 ടൈം ലൈൻ ഒന്ന് ശ്രദ്ധിക്കുക. 2000 തൊട്ടാണ് തുടങ്ങുന്നത്. യൂറോ അല്ലെങ്കിൽ ഭാരത് എന്ന് പറഞ്ഞ പേര് വന്നത് 2004, 2000 ഈ സ്റ്റേജ് മുതലാണ്. അതിനു മുമ്പ് ഇന്ത്യ എമിഷൻ എന്നാണ്. ഇതിന് മുമ്പുള്ള ഇന്ത്യ 2000 എന്നാണ് ഇതിന് പേരുണ്ടായിരുന്നത്. പിന്നീട് അതിന്റെ പേര് മാറ്റിയാണ് ഉണ്ടായത്. നിങ്ങൾക്കറിയാം NCR, നാഷണൽ ക്യാപിറ്റൽ റീജിയൻ, ഡൽഹിയിലാണ് ആദ്യം ഇത് ഇംപ്ലിമെന്റ് ചെയ്യുക. അതിനുശേഷമാണ് നാഷണൽ വൈഡ്. കാരണം ഡൽഹിയാണ് ഏറ്റവും അധികം വെഹിക്കിൾ ഡെൻസിറ്റി ഉള്ള ഇന്ത്യയിലെ ടൗൺ. ഞാൻ കറക്റ്റ് 12 തീർത്തിരിക്കുകയാണ്. പക്ഷേ കൂടുതൽ കുറെ പാട്ട്, 2-3 പാട്ട് നമ്മൾ ഇതിൽ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ സിലബസിലേക്ക് വന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ പറഞ്ഞു, മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ പറഞ്ഞു, CRDI പറഞ്ഞു, ടർബോ ചാർജർ പറഞ്ഞു, ഇന്റർകൂളർ പറഞ്ഞു, പവർ സ്റ്റിയറിംഗ് പറഞ്ഞു, സെൻട്രൽ ലോക്കിംഗ് പവർ വിൻഡോ പറഞ്ഞു. ഇലക്ട്രോണിക് കൺട്രോൾ മോഡ്യൂൾ ഒന്നുമല്ല, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ എല്ലാ സിസ്റ്റത്തിലും ഒരു കൺട്രോൾ മോഡ്യൂൾ ഉണ്ടാവും. അതിനെയാണ് ഇലക്ട്രിക്കൽ കൺട്രോൾ മോഡ്യൂൾ. ഇത് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ABS നമ്മൾ സ്കിപ്പ് ചെയ്തു. എയർ ബാഗ് നമ്മൾ പറഞ്ഞു. പിന്നെയുള്ളത് എമിഷൻ നോംസ് ആണ്, Euro 4. പിന്നെ NOx. സൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ കറുത്ത തരിക്കാണ് സൂട്ട് എന്ന് പറയുന്നത്. കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രോ കാർബൺ, ആൽഡിഹൈഡ്, പൊല്യൂഷൻ കൺട്രോൾ ടെക്നിക്സ്. ആദ്യത്തെ പൊല്യൂഷൻ കൺട്രോൾ ടെക്നിക്കാണ് കാറ്റലിറ്റിക് കൺവെർട്ടർ. എന്നാൽ ഇന്ന് കാറ്റലിറ്റിക് കൺവെർട്ടർ ഒന്നും അത്ര വലിയൊരു പൊല്യൂഷൻ കൺട്രോൾ ടെക്നിക് അല്ല. 90s ഉണ്ടായിരുന്ന പൊല്യൂഷൻ കൺട്രോൾ ടെക്നിക് ആയിരുന്നു കാറ്റലിറ്റിക് കൺവെർട്ടർ. നമുക്ക് പെട്ടെന്ന് ഇതിലെ പഴയ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചെന്ന് വയ്ക്കാം. മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. റേഡിയൽ ടയർ ഇത് പറഞ്ഞിട്ടില്ല. ഓട്ടോമൊബൈൽ എമിഷൻ കുറയ്ക്കാനുള്ള മെത്തേഡുകൾ, ഇതെല്ലാം എമിഷൻ കുറയ്ക്കാനുള്ള മെത്തേഡാണ് കേട്ടോ. MPFI, CRDA ഇതൊക്കെ BS4 പ്രമാണിച്ച് BS4-ന്റെ മാൻഡേറ്ററി റിക്വയർമെന്റ് ആണ് CRDA. ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം MPFI തന്നെ വീണ്ടും ചോദിച്ചിരിക്കുന്നു. പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്കിംഗ് പവർ വിൻഡോ, ഇലക്ട്രോണിക് ഇഗ്നിഷൻ സിസ്റ്റം നമ്മൾ പറഞ്ഞു. ടർബോ ചാർജർ, ഇന്റർകൂളർ പറഞ്ഞു. കോമൺ റെയിൽ, CRDI, വീണ്ടും പവർ സ്റ്റിയറിംഗ്. എയർ സസ്പെൻഷൻ പറഞ്ഞായിരുന്നു. ഡിഫറെന്റ് എയർ പൊല്യൂട്ടൻസ് ഫ്രം ഓട്ടോമൊബൈൽ ആൻഡ് ഇറ്റ്സ് എഫക്ട്. അത് ഞാൻ ഇത് ഷെയർ ചെയ്യാം. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ടാവും. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മോഡ്യൂളാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മോഡ്യൂളാണ്. നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ തന്നെ കൂടുതൽ ഭാഗം മനസ്സിലാവും. കൂടാതെ ഈ വീഡിയോയുടെ കൂടെ ചേർന്ന് കണ്ടാൽ മതി. ഇതിനകത്ത് കുറച്ച് ഞാൻ ഇന്റൻഷനലി സ്കിപ്പ് ചെയ്ത് വിട്ടൊരു ടോപ്പിക്കാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരു അരമണിക്കൂറോളം എടുക്കും അത് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഞാൻ ഇന്ന് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു സെക്കൻഡ് ക്ലാസ് കിട്ടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ABS-ഉം ബാക്കിയുള്ള പാർട്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അത്ര എളുപ്പം പെട്ടെന്ന് മനസ്സിലാവില്ല. പവർ വിൻഡോ പോലെ അല്ലെങ്കിൽ CRDI പോലെ MPFI പോലെ കുറച്ച് കോംപ്ലക്സ് ആണ് ഇതിന്റെ സിസ്റ്റം വരയ്ക്കാനും. നിങ്ങൾ പഠിക്കുന്നവർ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോസ് യൂട്യൂബിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓട്ടോ ലേണിംഗ് സൈറ്റിലോ നോക്കി. ഒരു 1-2 ക്വസ്റ്റ്യൻ കൂടി എടുക്കാം നമുക്ക് സാർ. വി ഹാവ് 3-4 questions. So first question sir, what are the advantages of using a turbocharger? Why is there a lag while using turbocharger? ഓക്കെ. ടർബോ ചാർജറിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹൈ പ്രഷറിലുള്ള ഹൈ പവർ ആൻഡ് ഹൈ മൈലേജ്, ഇത് രണ്ടാണ് ടർബോ ചാർജറിന്. ഹൈ പവർ ഔട്ട്പുട്ടും ഹൈ മൈലേജും. ഇതൊരു ടർബോ ചാർജർ ഒരു സ്റ്റാൻഡേർഡ് ഫീച്ചറാണ് ഇപ്പോൾ ഡീസൽ വെഹിക്കിളിൽ പ്രത്യേകിച്ച്. കാരണം നമ്മളുടെ ഹൈ പ്രഷറിലുള്ള നിങ്ങൾക്ക് തിരിച്ചു പോയി DC സൈക്കിളിന്റെ എഫിഷ്യൻസി നോക്കിക്കഴിഞ്ഞാൽ അത് എന്താണെന്ന് മനസ്സിലാവും. എന്തുകൊണ്ടാണ് പ്രഷറിന്റെ P1 അല്ലെങ്കിൽ PI എന്നോ P2 ഏത് വാല്യൂ അവിടെ ഉപയോഗിച്ച് അത് കൂടുന്നതനുസരിച്ച് എങ്ങനെ എഫിഷ്യൻസി കൂടുമെന്ന്.
പിന്നെ രണ്ടാമത്തെ മൈലേജ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇവിടെ വേസ്റ്റേജ് ഓഫ് ഫ്യൂൽ വളരെ കുറവ്, മാക്സിമം ഹീറ്റ് ഔട്ട്പുട്ട് ആയിരിക്കും ടർബോ ചാർജർ വഴി കിട്ടുന്നത്. ഇന്റർകൂളർ ടർബോ ചാർജർ അസംബ്ലിയാണ് ഇതുവഴി കിട്ടുന്നത്. ടർബോ ലാഗ് ഉണ്ടെങ്കിലും ഇത് യൂസ് ചെയ്യുന്നതിന് കാരണം ടർബോ ലാഗ് ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ടർബോ ലാഗ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാകുന്നത് ഒരു ചെറിയൊരു ഡെഫിഷ്യൻസി മാത്രമാണ്. പക്ഷെ ഒരു ലോങ് ടൈമിൽ അതൊരു ഡെഫിഷ്യൻസി ആയിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ടർബോ ലാഗ് മാറ്റാൻ വേണ്ടിയിട്ടാണ് രണ്ട് ടർബോ ചാർജ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് ഒന്ന് ലോ പ്രഷറിൽ സ്റ്റാർട്ടിങ്ങിൽ ഉപയോഗിക്കും, പിന്നെ ഒന്ന് റണ്ണിങ്ങിൽ ഉപയോഗിക്കുന്നു ഹൈ പ്രഷർ. അത് വെച്ചിട്ട് കുറെയൊക്കെ ഇത് പ്രിവെന്റ് ചെയ്യാം. പക്ഷെ അത് അത്ര വലിയൊരു ഇഷ്യൂ അല്ല. നിങ്ങളത് ഡ്രൈവ് ചെയ്യുന്നവർക്ക് തന്നെ അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ടർബോ ലാഗ് എല്ലാവരും ഫീൽ ചെയ്തിട്ടുണ്ടാവും. ടർബോ ലാഗ് തുടക്കത്തിലുള്ള ആ ഒരു നിങ്ങൾ പെട്ടെന്ന് ആക്സിലറേറ്റ് ചെയ്ത് പോകുമ്പോൾ ടർബോ ചാർജറുള്ള വെഹിക്കിളെല്ലാം ഒരു ടർബോ ലാഗ് ഒരു ഫ്യൂ സെക്കൻഡ്സിലേക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. അതൊരു മേജർ ത്രെറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല കമ്പയർഡ് ടു ദ അഡ്വാൻറ്റേജ്. ഒറ്റ ക്വസ്റ്റ്യൻ കൂടി എടുക്കാം സാർ. What will happen if the power steering motor fails? Will the steering work like normal steering without power steering? യെസ്, നമ്മൾ ആ വീഡിയോയിൽ അതുണ്ട്. ഞാൻ ലാസ്റ്റ് പാർട്ട് സ്കിപ്പ് ചെയ്തതാണ്. ബേസിക്കലി അവിടെ ഒരു സൺ ആൻഡ് പ്ലാനറ്ററി ഗിയർ സിസ്റ്റം ആണ് ഉള്ളത്. ബേസിക്കലി പവർ സ്റ്റിയറിംഗിൽ ഞാൻ പെട്ടെന്ന് അതിലേക്ക് കിടക്കാം. ഇതൊരു മേജർ ത്രെറ്റ് ആണ്. അതായത് പവർ സ്റ്റിയറിംഗിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമുക്ക് ഇതൊരു വേം ആൻഡ് വേം വീൽ മെക്കാനിസം ആണ്. നിങ്ങൾക്ക് ഒരു വേം വീൽ ഉണ്ട്, ഒരു വേം ഗിയർ ഉണ്ട്. ഈ വേം ആൻഡ് വേം വീലിൽ ഒരു ഡയറക്ഷനിൽ മാത്രമേ മോഷൻ ഉണ്ടാവുള്ളൂ, തിരിച്ചങ്ങോട്ട് മൂവ് ചെയ്യില്ല. ഉദാഹരണത്തിന് നിങ്ങൾക്ക് സാധാ സ്പർ ഗിയർ കണക്ട് ചെയ്യാം. സ്പർ ഗിയർ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു ഗിയർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഡ്രൈവറും ഉണ്ട് ഡ്രിവണും ഉണ്ട്. അത് തിരിച്ചാക്കാം. നിങ്ങൾ തിരിച്ചിങ്ങോട്ട് കണക്ട് ചെയ്താൽ തിരിച്ചിങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യും. പക്ഷെ വേം ആൻഡ് വേം വീലിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ല. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യും. ഇത് റൊട്ടേറ്റ് ചെയ്ത് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഇത് ജാമാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂവ് ചെയ്യില്ല, ഇതിവിടെ സ്റ്റക്ക് ആവും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇവിടെ ഒരു സൺ ആൻഡ് പ്ലാനറ്ററി ഗിയർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഈ സൺ ആൻഡ് പ്ലാനറ്ററി സിസ്റ്റം ഉപയോഗിച്ച് ഇനി അഥവാ ഈ പവർ മൊഡ്യൂൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ഈ BLDC ബ്രഷ്ലെസ് DC മോട്ടോർ ഫെയിൽ ചെയ്തു എന്ന് വിചാരിച്ചോളൂ. ഫെയിൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ നോർമൽ ഓപ്പറേഷൻ. ആണോ? നിങ്ങളുടെ ഈ മൂവ്മെന്റ് നടക്കില്ല. പക്ഷെ ഈ ഔട്ട്പുട്ട് ഈ റിംഗ് ഗിയർ സ്റ്റേഷനറി ആയിട്ട് നിൽക്കും. പക്ഷെ അകത്തെ സൺ ആൻഡ് പ്ലാനറ്ററി ഗിയർ മൂവ് ചെയ്തിട്ട് നിങ്ങളുടെ ഇതൊരു മാനുവൽ സ്റ്റിയറിംഗ് ആയിട്ട് വർക്ക് ചെയ്യും. പവർ സ്റ്റിയറിംഗ് സമയത്ത് നേരെ തിരിച്ച് ഇത് റൊട്ടേറ്റ് ചെയ്ത് മോഷൻ ഇങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. സോ ബേസിക്കലി പവർ സ്റ്റിയറിംഗിൽ മേജർ ഓപ്പറേഷൻ സ്റ്റിയറിംഗ് ആക്ഷൻ നടത്തുന്നതൊക്കെ ഇത് തന്നെയാണ്. നമുക്കൊരു ഡ്രൈവിംഗ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ ഒരു സ്റ്റിയറിംഗ് ആക്ഷൻ നടക്കുന്നത്. പക്ഷെ ഒരു 80 to 90% സ്റ്റിയറിംഗ് ആക്ഷൻ നടക്കുന്നത് ഈ വേം ആൻഡ് വേം വീൽ വഴിയാണ്. അതുകൊണ്ട് ഇത് ഈ ബെയറിംഗിലോ അല്ലെങ്കിൽ ഈ മോട്ടറിനോ എന്തെങ്കിലും സംഭവിച്ചാലും ഇത് സ്റ്റക്ക് ആവില്ല. Okay, sir. We have few more questions that we'll contact you to answer in an offline mode. The time is almost 12. Thank you for the session, sir. It was such a nice session. Thank you. We had a very good student interaction, and those videos made the session lively. Thank you for making the students think out of the box. We are so happy to associate with you, sir. Okay, thank you. Okay. Students, kindly fill up the feedback form before leaving. The session will be available on our YouTube channel, SAP Kerala Official, soon. You can watch it later to have more understanding. Thank you all for joining. Have a great day. Thank you, sir. Thank you, sir.